കോരിച്ചെരിയുന്ന മഴയോടെ വീണ്ടും ഒരു പൊൻപുലരിൽ കേൾക്കാനും കാണുവാനും അവസരം തന്ന ദൈവത്തിനെ ഫസ്റ്റ് ഓഫ് ഓൾ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പേര് ഹനീഫ, സ്ഥലം മേലാറ്റൂരാണ്. ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ ബിസിനസ്സിൽ തന്റെ സുഹൃത്ത് വഴി ആണ് പരിചയപ്പെട്ടതും അതിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കാണിച്ചു തന്ന എന്റെ ഗ്രേറ്റ് അപ്ലയൻസ് ഈ അവസരത്തിൽ നന്ദിയോടും കടപ്പാടോടും ഞാൻ ഓർക്കുന്നു. ഈ ഓപ്പർച്യൂണിറ്റിന്റെ ഓരോ ദിവസത്തെ പൊൻപുലരിയിലും വ്യത്യസ്ത ലീഡർമാരുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതൊരിക്കലും നമുക്ക് വിലമതിക്കപ്പെടാൻ കഴിയാത്ത അത്ര വലിയ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. അത് എത്ര പേർ കേൾക്കുന്നു എന്നതിലൊന്നും അർത്ഥമില്ല. പക്ഷെ കേൾക്കുന്നവർ തന്റെ ജീവിതത്തിൽ അതിലൂടെ എത്ര മാറ്റം വരുത്തുന്നു അവർക്കാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും ജയിക്കാൻ കഴിയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് നാം എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നും ഓരോ മണിക്കൂറുകൾ നമ്മൾ എങ്ങനെ ചെലവഴിക്കണമെന്നും, അല്ലെങ്കിൽ ഓരോ ആഴ്ചകള്, അല്ലെങ്കിൽ ഓരോ മാസങ്ങള്, ഓരോ വർഷങ്ങൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീർച്ചയായിട്ടും നമുക്ക് വരച്ച്, നമുക്ക് സ്ക്രീനിലൂടെ ആണെങ്കിലും അല്ലാതെ നേരിട്ടും നമുക്ക് കാണിച്ചു തന്ന അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ ഗ്രേറ്റ് ലീഡർ SBGയുടെ ഫൗണ്ടർ മനോജ് സാറിനും ഫാമിലിക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഊർജം തന്നെയാണ് ഓരോ ദിവസത്തെ നമുക്ക് തരുന്ന, ഓരോ പ്രഭാതത്തിലും നമ്മെ തേടിയെത്തുന്ന ഹൈപ്ലേസ് പോലത്തെ ഈ പ്രോഗ്രാമുകൾ. ഒരു കാരണവശാലും ഒരാൾ മിസ് ചെയ്യരുത് എന്നാണ് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം അത്രമാത്രം വിലമതിക്കാൻ കഴിയാത്ത കഴിഞ്ഞ ദിവസങ്ങളില് നമുക്ക് കിട്ടിയ ഓരോ അറിവുകളും ഓരോ ക്ലാസ്സുകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഓരോ ലീഡർമാരുടെ വ്യത്യസ്ത എക്സ്പീരിയൻസ് നമ്മളെ വല്ലാതെ ഈ ബിസിനസ് മുന്നോട്ട് കഴിക്കാനുള്ള ഊർജം നമുക്ക് നൽകുന്നു. ഇന്നത്തെ പുലരിയിൽ നമുക്ക് SBG ഒരുക്കിയ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആണ് ഇന്ന് നമുക്ക് വരുന്നത്. മാത്രമല്ല എന്റെ മെന്ററും എന്റെ ടീമിന്റെ മെന്ററും ആണ്. ഒരു വ്യായ കാലഘട്ടം താൻ നേടിയെടുത്ത അറിവുകളെ കൊണ്ടും നാടും ജില്ലയും വിട്ട് പല സ്റ്റേറ്റുകൾ പാറിപ്പറന്നപ്പോൾ അദ്ദേഹം പോലും അറിയാതെ പല മേഖലയിലെ മെതർ പോസ്റ്റുകളും സ്ഥാനമാനങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. പല കോളേജിന്റെയും പ്രിൻസിപ്പാളും പല വ്യത്യസ്ത സംഘടനകളൊക്കെ മേധാവിത്വം അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തെ തേടിയെത്തി. എല്ലാം തികഞ്ഞു എന്ന് അഭിമാനത്തോടെ അദ്ദേഹം ഇരിക്കുന്ന അവസരത്തിലാണ് ആ മഹൽ വ്യക്തിയുടെ കഴിവുകളില് ആ സ്ഥാനമാനങ്ങൾ മാത്രം ഒതുങ്ങിയാൽ പോരാ എന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചപ്പോൾ ദൈവദൂതനെ പോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സാഹിബ് സാറെ അദ്ദേഹത്തെ അടുക്കൽ എത്തുകയും പിന്നെ അങ്ങോട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചുള്ള സംസാരവും പിന്നെ അങ്ങോട്ടുള്ള ഓരോ ദിവസത്തെ യാത്രയും കുതിപ്പും തനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്ന ലീഡറെ പോലും നെട്ടിച്ച് ഒരാൾക്കും ഒരു പ്രസ്ഥാനത്തിന് ഇനിയൊരു പേര് നൽകാൻ കഴിയാത്ത അത്ര വിധത്തിലുള്ള ഒരു അടിപൊളി പേരും അതുപോലെ തന്നെ SBGയിൽ അധികം വൈകാതെ നാം ഏവരും കാതോർത്തിരിക്കുന്ന ഒരു റോയൽ ഡയമണ്ടും കൂടി ആവാൻ പോകുന്ന ട്രില്യനേഴ്സിന്റെ അമരക്കാരൻ ഇന്നത്തെ ഐപ്ലേസിൽ നമുക്ക് ഒരു പ്രത്യേക ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് വരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നാം എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ആ ഒരു പുതിയ കിടിലൻ സബ്ജക്റ്റുമായി നമ്മുടെ മുമ്പിൽ വരുന്നു. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും അതുപോലെ നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരു ഓൺലൈൻ ക്ലാസ് കൊടുത്തിട്ട് അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ ഇസ്മായിൽ സാർ. ഹാപ്പി മോർണിംഗ് ഓൾ ഓഫ് യു. വെരി ഹാപ്പി ആൻഡ് ലവ്ലി മോർണിംഗ്. ക്ലിയർ ആണോ? ഒഡിബിൾ ആണോ? എല്ലാം വിസിബിൾ ആണോ? ക്ലിയർ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? സ്ക്രീനൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. വാട്ട് എ വണ്ടർഫുൾ നൈസ് ഇൻട്രൊഡക്ഷൻ മിസ്റ്റർ അനീഫ് സർ
ഫ്രം മാലാറ്റൂർ. നമുക്കറിയാം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏരിയ എക്സ്പെൻഷൻ എന്ന് പറയുന്ന പദത്തോടു കൂടിയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അഭിമാനത്തോടു കൂടി SBG പതാകവാഹകനായി നമുക്ക് പാലക്കാടിൻ്റെ മണ്ണിൽ ഇതിഹാസം തീർക്കാൻ അടുത്ത നായകത്വ പദവിയിലേക്ക് കടന്നു വന്ന് ഒരു വലിയ ടീമിനെ ഹോൾഡ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഫയർഡ് ആയിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു പവർഫുൾ SBGയുടെ സിസ്റ്റത്തെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന വലിയൊരു ടീമിൻ്റെ പ്രതീക്ഷയാകുന്ന പവർഫുൾ ലീഡറാണ് മിസ്റ്റർ അനീഫ് സാർ. വെരി സൂൺ വി ആർ ഗോയിങ് ടു സീ ഹിം ആസ് ദ ZTC ഓൺ ദ സ്റ്റേജ്. എന്തായാലും എല്ലാവിധ എന്താ പറയുക അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് അനീഫ് സാർ. ആൻഡ് ആൾസോ വൺസ് അഗെയിൻ ടു ഓൾ ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് സക്സസ്ബറി ഗ്ലോബൽ, വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെല്ലാവരെയും ഈ ഒരു മീറ്റിംഗ് സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ വിദൂരങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ലവ്ലി മോർണിംഗ്, സുപ്രഭാതം, സബഹൽ ഖൈർ, അസ്സലാമു അലൈക്കും. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിയലി താങ്ക് ടു ഗോഡ് ഓൾ മൈ അല്ലാ, അൽഹംദുലില്ലാ. ആൻഡ് ആൾസോ ടു ഓൾ മൈ ഗ്രേറ്റ് ലീഡേഴ്സ്, എന്നെ ഈ മഹത്തായിരിക്കുന്ന ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എല്ലാ ലീഡർമാരെയും ഞാൻ വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. എൻ്റെ ഗ്രേറ്റ് ലീഡർ, എനിക്ക് ഈ മഹത്തായ ദൈവികമായിരിക്കുന്ന പ്രകാശം പകർന്നു തന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ ഷുഐബ് സാർ, മൈ മെൻറ്റർ, മൈ സ്പോൺസർ, മൈ ലീഡർ, മൈ ഗൈഡ്, ആൻഡ് ആൾസോ മൈ ഗ്രേറ്റ് ഓൾ അതർ ലീഡേഴ്സ്, ഗ്രേറ്റ് അൽതാഫ് സാർ, ആൻഡ് ആൾസോ വൺ ആൻഡ് ഓൺലി ദി മോസ്റ്റ് പവർഫുൾ, നമ്മുടെയൊക്കെ അഭിമാനവും രോമാഞ്ചവും, ദ റിയൽ എൻജിൻ റൂം ബിഹൈൻഡ് ദി വണ്ടർഫുൾ സക്സസ്, മിസ്റ്റർ ഗ്രേറ്റ് മനോജ് സാർ, founder of Successbury Global, and Leda Manoj, and also all other leaders, my success partners in this great wonderful venture. I really appreciate all of you, and also I pay my gratefulness and gratitude for all of you for wonderful supports that you have done for me. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ഒരു മഹത്തായ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് സീരിയസ്ലി നമ്മൾ ഗ്രേറ്റ് MC പറഞ്ഞ പോലെ തന്നെ എന്നും സുപ്രഭാതത്തിൽ ഇങ്ങനെ സക്സസ്ബറി ഗ്ലോബൽ നമുക്ക് നൽകുന്ന ഹൈലി പവർഫുൾ പവർ പാക്ഡ് പോസിറ്റീവ് എനർജി ഈസ് റിയലി ലീഡ്സ് അസ്, നമ്മളെ ക്ഷണിക്കുന്നത് ഒരു വലിയ ജെനിത്ത് ഓഫ് സക്സസ്സിലേക്കാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് അതാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും പറയും കാറ് നന്നായാൽ മാത്രം പോരാ, ഡ്രൈവർ നന്നാവണം, എന്നാലേ ബെൻസ് ആണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പ്രശ്നങ്ങളില്ലാതെ എത്തൂ എന്ന് പറയുന്ന പോലെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു വാഹനമാണെങ്കിൽ അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു പവർഫുൾ ലീഡർ തന്നെ ഇരുന്നു. ദാറ്റ് ഈസ് സക്സസ്ബറി ഗ്ലോബൽ. അതാണ് നമ്മുടെ അഭിമാനം. അപ്പോൾ ആ ഒരു സക്സസ്ബറി ഗ്ലോബൽ കൊണ്ടുവന്ന ഒരു മഹത്തായ പ്രോജക്റ്റാണ് എല്ലാ മോർണിംഗ് ടൈമിലും ഇങ്ങനെയുള്ള പോസിറ്റീവ് എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ സെഷൻ, ദാറ്റ് ഈസ് ബീങ് കോൾഡ് ഹൈ ഫ്ലൈസ് മീറ്റ് ആൻഡ് ആൾസോ റീഗ്നൈറ്റ്. എന്തായാലും ഇന്ന് ഞാൻ ഈ സബ്ജക്റ്റിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരുപാട് ഗ്രേറ്റ് പവർഫുൾ ലീഡേഴ്സ് ഇതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ലീഡർമാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആ സമയത്ത് തന്നെ ഇന്നലെ നമ്മൾ നമ്മുടെ നിഷാന്ത് സാർ സംസാരിച്ചു. വളരെ ബൃഹത്തായ സംസാരമായിരുന്നു. റിയലി അപ്രീഷിയേറ്റ്. ആൻഡ് അറ്റ് സെയിം ടൈം ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രം പോലെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നമ്മൾ നന്നായി ചിന്തിക്കുക, എന്നിട്ട് നമുക്ക് എങ്ങനെ റിച്ച് ആകാൻ പറ്റുമെന്ന് ലോകപ്രസിദ്ധി ആർജിച്ച ഒരു മഹത്തായ പുസ്തകത്തിൻ്റെ ചില വരികൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ചില പോയിന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് തന്നെ 70 മില്യണിലധികം പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുകയും 930 തൊട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലർ എന്ന് വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്ത ഒരു മഹത്തായ പുസ്തകം. ഒരുപക്ഷെ ലോകത്ത് വിജയിച്ച 500ഓളം വരുന്ന ലോകം കീഴടക്കിയ ഏറ്റവും വലിയ ആളുകളിലേക്ക് കടന്നു ചെന്ന് അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു പഠിച്ചെടുത്ത് ഒരു പുരുഷായുസ് മുഴുവനും വിജയത്തിന് വേണ്ടിയുള്ള വാക്യങ്ങളും സമവാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പല ആളുകളെയും ഇൻ്റർവ്യൂ നടത്തി തൻ്റെ പുരുഷായുസിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തത്വജ്ഞാനങ്ങളും ലൗകിക സത്യങ്ങളും തൻ്റെ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കണമെന്ന് വിശ്വസിച്ച് നമ്മുടെ ഗ്രേറ്റ് എന്താ പറയുക ഓതറായിരിക്കുന്ന തിങ്ക് ആൻഡ് ഗ്രോച്ചിൻ്റെ ഗ്രേറ്റ് ഹിൽ എന്ന് പറയുന്ന നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ആ ഒരു ഗ്രേറ്റ് ലീഡർ സമർപ്പിച്ച ചില വരികളാണ് നിങ്ങൾക്ക് മുമ്പിൽ തരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വരികളാണ്. സോ വെരി സീരിയസ്ലി നമ്മൾ സബ്ജക്റ്റിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. കാര്യം ഇത് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ലീഡർമാരാണ് നിങ്ങളെ ഓരോ ലീഡർമാരും. ജസ്റ്റ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ഓരോ ലീഡർമാരും നിങ്ങൾക്ക് ഇതിൻ്റെ വിശാലമായ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എനിക്ക് മനസ്സിലായ ചില വരികൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. സോ നമ്മൾ നേരിട്ട് സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. വെൽക്കം ടു ദിസ് ടോപ്പിക്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നമുക്കറിയാം ഈ മഹത്തായിരിക്കുന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ഈ മഹത്തായ പുസ്തകത്തിൽ വായന തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളർന്നും, വായിച്ചു വളർന്നാൽ
വിളയുമെന്നും വായിക്കാതെ വളർന്നാൽ വളയുമെന്നും പറയുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കാവ്യം ഞാൻ ഓർക്കുകയാണ്. കാര്യം ലോകത്ത് എപ്പോഴും മനസ്സിലാക്കുക, 5 ഫിംഗർ മെത്തേഡിൽ പുസ്തകത്തെ പറയുമ്പോൾ നമ്മൾ ഏത് പുസ്തകം വാങ്ങിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്നത് മഹത്തായ സത്യമാണ്. ബിസിനസ്സിൽ നമുക്ക് എപ്പോൾ തളർച്ച വരുന്ന സമയത്തും ഒരു വലിയ ബിബ്ലിക്കൽ ട്രൂത്ത് പോലെ, അതല്ലെങ്കിൽ നമ്മളെ കയ്യിലുണ്ടാവേണ്ടുന്ന ഒരു ദിവ്യമായിരിക്കുന്ന ഒരു ശക്തിയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും അത് കയ്യിലുണ്ടാവുക. പറയപ്പെടുന്ന വാക്യമേ ഇങ്ങനെയാണ്: ദ വേ ഓഫ് സക്സസ് ഈസ് ദ വേ ഓഫ് കണ്ടിന്യൂസ് പെർസ്യൂട്ട് ഓഫ് നോളജ്. വിജ്ഞാനം അതിപ്രസരം നടക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരുപാട് അക്വയറിങ് ഓഫ് ദ നോളജ്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ പഠനം നമുക്ക് നിർബന്ധമാണ്. ലേൺ മോർ ഏൺ മോർ എന്നതാണ് ലോകതത്വം എന്ന് പറയുന്നത്. പഠിക്കാതെ നമ്മൾക്കൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഇതൊരു മഹത്തായ പ്രോജക്റ്റ് കൂടിയാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ച PhDക്കകത്ത് ഈ പേപ്പറില്ല. പക്ഷേ ഈ പേപ്പർ കിടക്കുന്നത് പുസ്തകങ്ങൾക്കുള്ളിലാണ്, നമ്മുടെ സെൽഫ് ഗ്രോത്തിൻ്റെ പുസ്തകത്തിനകത്താണ്. മനസ്സിലാക്കേണ്ടത്, സെൽഫ് ഗ്രോത്ത് ആകാതെ ഒരിക്കലും നമുക്ക് വളരാൻ പറ്റില്ല. ഈ ബിസിനസ്സിൻ്റെ മർമ്മവും അതാണ്. നമ്മളൊരു പക്ഷേ ബെറിസ്റ്റാർ ആകുന്ന സമയത്ത് വളർന്ന ചിന്താഗതി മതിയാകില്ല നമ്മൾ TC ആകുമ്പോൾ. ഒരു പക്ഷേ നമ്മൾ TC ആണ്, അല്ലെങ്കിൽ നമ്മൾ STC ആണ്. എന്നിട്ട് സാറേ എനിക്കെന്താ എൻ്റെ കയ്യിൽ ആളുകൾ നിൽക്കുന്നില്ല, പറഞ്ഞിട്ട് വരുന്നില്ല. ഒറ്റ ഉത്തരേ ഉള്ളൂ, നീ STC ആകുന്നതിലേക്ക് വളർന്നുള്ളൂ, STC ഉണ്ടാക്കുന്നതിലേക്ക് വളർന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഓരോ ദിവസവും നമ്മുടെ സെൽഫ് ഗ്രോത്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സോ ലോകത്ത് പറഞ്ഞ ഏറ്റവും വലിയ സത്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. തിങ്ക്, നിങ്ങൾ ചിന്തിക്കുക, ആൻഡ് ഗ്രോ റിച്ച്. അതിനുശേഷം നിങ്ങൾ കോടീശ്വരനായി മാറുക, അല്ലെങ്കിൽ റിച്ച്നെസ്സിലേക്ക്. അത് മെൻ്റൽ റിച്ച്നെസ് ആണെങ്കിലും ഹെൽത്തി വെൽത്തി റിച്ച്നെസ് ആണെങ്കിലും എന്തായാലും ശരി, റിച്ച് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഇവിടെ നമ്മൾ മണി ബേസ്ഡ് ആണ്. സോ നമ്മളുടെ മില്ലേനിയർഷിപ്പിലേക്ക് തന്നെയാണ്. സോ അങ്ങനെ കടക്കുക എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. സീരിയസ്ലി അവിടെ ആദ്യം തന്നെ പറയുന്നത് തോട്ട്സ് ആർ തിങ്സ് എന്നാണ്. ചിന്തകൾ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് വസ്തു എന്ന് പറയുന്നത്. ലോകത്ത് എന്ത് വസ്തുവിനെയും പറഞ്ഞാൽ അതൊരു തിങ്കാണ്, അതല്ലെങ്കിൽ ഒരു ചിന്തയാണത്. സോ സീരിയസ്ലി ആലോചിച്ച് നോക്കുക, ഒരു തോട്ടിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായത്. നമുക്ക് ഈ കാര്യത്തെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ലോകത്ത് അത് സംഭവിക്കുന്നത്? നമ്മുടെ നെപ്പോളിയൻ ഹില്ലിൻ്റെ വാക്ക് തന്നെ പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ മൈൻഡിന് കൺസീവ് ചെയ്യാനും ചിന്തിക്കാനും സീരിയസ്ലി വിശ്വസിക്കാനും പറ്റുന്നത്, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നതാണ്. കാര്യം ഈ ലോകത്ത് ചിന്തകളിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ചിന്ത എന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തൊന്നുമേ ഉണ്ടാകില്ലായിരുന്നു, അല്ലേ? നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് സാമ്പത്തികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു അഡീഷണൽ ഇൻകം വേണ്ടതുണ്ട്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യം വേണ്ടത് ഒരു ചിന്തയാണ്. ഞാനിപ്പോൾ പോക്ക് പോയാൽ മതിയോ? എൻ്റെ വയസ്സ് എത്രയായി? തൻ്റെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? നിജസ്ഥിതി എന്താണ്? താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് എത്ര സാധ്യത ആയുസ് ഇനി ഉണ്ട്? അതേപോലെ തന്നെ താൻ ഇന്ന് ഉൾക്കൊള്ളുന്ന ആ റാങ്കിനനുസരിച്ചുള്ള വർക്ക് ഞാൻ ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ ആ റാങ്കിനനുസരിച്ചുള്ള കപ്പാസിറ്റി ഞാൻ ഉയർത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ ചിന്തകൾ എന്നും വരേണ്ടതുണ്ട്. ഒന്നും ചിന്തിക്കാതെ നമ്മൾ കാളപെറ്റു എന്ന് പറയുമ്പോൾ കയറെടുത്ത് പായുന്ന ഒരു സിസ്റ്റം ഉണ്ടാവരുത്. കാര്യം കാള പെറില്ലല്ലോ, പക്ഷേ അന്നേരത്ത് നമ്മൾ ചിന്തിക്കില്ല. സോ ചിന്തിക്കാത്തവന് ഒരിക്കലും വളരാനും പറ്റില്ല. തിങ്ക് ബിഗ് ആൻഡ് അച്ചീവ് ബിഗ്. ലോകം പറയുന്നു, വലുതായി ചിന്തിക്ക് എന്നിട്ട് നേട്. സോ ചിന്തകളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നതെങ്കിൽ, ചിന്തയിൽ നിന്നാണ് വിമാനം വന്നതും കപ്പൽ വന്നതും ആകാശ ലോകങ്ങൾ കീഴടക്കാൻ മനുഷ്യരാശിക്ക് പറ്റിയതും. ആരോ ചിന്തിച്ചതെങ്കിൽ ചിന്തയാണ് സത്യം എന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ആദ്യമായി സന്നിവേശിപ്പിക്കുന്ന പോയിന്റിൽ നിന്ന്, ചിന്തയിൽ നിന്ന് തുടങ്ങുമ്പോൾ, ചിന്തകൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഇവൻറ്റുകളിൽ നിന്നാണ് ചിന്തകൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ചിന്തക്ക് തുടക്കം കുറിക്കാത്ത മനുഷ്യനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവൻറ്റിൽ നിന്ന് ചിന്ത സ്റ്റാർട്ട് ചെയ്യും, തോട്ട്സുകൾ. ആ തോട്ട്സിൽ നിന്ന് ഫീലിങ്സിലേക്ക് കടന്നു വരും, ഫീലിങ്സിൽ നിന്ന് ബിഹേവിയറിലേക്ക് കടന്നു വരും, അത് കോൺസിക്വൻസിലേക്ക് എത്തും. സോ ഇവൻറ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ജീവിതത്തിലെ ഏതൊരു ഇവൻ്റാണ്, ആ ഇവൻ്റ് എന്തോ ആവട്ടെ, നന്മയായാലും തിന്മയായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും, ആ ഇവൻറ്റിൽ നിന്നൊരു ചിന്ത കടന്നു വരുന്നതാണ്. അത് മനുഷ്യൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സംഭവ വികാസങ്ങൾ. സോ വലിയ വലിയ പ്രോഗ്രാമുകൾ നമുക്ക് ബെറിയുടെ വരാനിരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ടീംസുകൾ നടത്തുന്ന പ്രോഗ്രാംസുകൾ വരാനിരിക്കുന്നുണ്ട്. നമ്മളുടെ ബെറി സ്റ്റാർ ആൻഡ് അബോവ് മീറ്റ് വരാനിരിക്കുന്നുണ്ട്. ഒരു ഇവൻറ്റിൽ നിന്നാണ് ചിന്തകൾ വരുന്നത്. സോ എന്ന് മാത്രമല്ല നമുക്കറിയാൻ പറ്റും, ഇഫ് യു റിയലൈസ് ഹൗ ദ പവർഫുൾ യുവർ തോട്ട്സ് ആർ, യു വിൽ നെവർ തിങ്ക് എ നെഗറ്റീവ് തോട്ട്സ് അഗെയിൻ എന്നാണ്. നമ്മൾ ചിന്തയുടെ പവർ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും വേണ്ടാത്തത് ചിന്തിക്കില്ല എന്നാണ്. കാര്യം എന്താ അറിയോ? വേണ്ടാത്തത് ചിന്തിച്ചാൽ അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. കടങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ കടങ്ങൾ പെരുകുന്നുണ്ടാകും. സാറേ എൻ്റെ ടീം നടക്കുന്നില്ല, അത് നടക്കുന്നുണ്ടാവില്ല. നടക്കുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ നടക്കുന്നുണ്ടാകും. എൻ്റെ ടീം നാളെ ഉഷാറാകുന്നുണ്ടാകും, ഞാൻ നാളെ നല്ല വരുമാനത്തിൽ എത്തുന്നുണ്ടാകും. ഈ ചിന്തകൾ നമ്മൾ കൊടുത്താൽ നമ്മൾ നല്ല വരുമാനത്തിലെത്തും. എന്താ ഞാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലല്ലോ, ഇന്നെക്കൊണ്ടത് പറ്റുന്നില്ലല്ലോ എന്നത് മറ്റൊന്നും നടക്കുന്നുണ്ടാവില്ല. സോ നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്ന സാധനം നമ്മുടെ ബ്രെയിനിൽ വന്നാൽ അത് നമ്മളിൽ അട്രാക്ട് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടാണ് ലോകം പറയുന്നത്, ചേഞ്ച് യുവർ ലൈഫ് വിത്ത്
ദ പവർ ഓഫ് തോട്ട്സ്, ചിന്തയുടെ പവർ കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മാറ്റാനാകുമെന്നതാണ് ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. പ്രധാനപ്പെട്ട 13 പോയിന്റുകളാണ് ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില ആളുകൾ 17 പറയും, 22 പറയും, 10 പറയും, 12 പറയും, പലതും പറയും. ഞാൻ ഉദ്ധരിക്കുന്നത് ഒരു 13 പോയിന്റുകളാണ്. ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും പറഞ്ഞ് തീരാത്ത പോയിന്റുകളാണ്. കാര്യം നൂറ്റാണ്ടുകൾ നടത്തിയ പഠനത്തിൽ നിന്ന് ജനലക്ഷങ്ങൾക്കും ജനകോടികൾക്കും അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയ പ്രസ്ഥാനത്തെ ഒരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അപരാധമാകുമെന്നതിനാൽ നിങ്ങളുടെ ലീഡർമാരുടെ ഹെഡിങ് വെച്ച് തന്നെ ചോദിക്കാൻ സമയം കാണുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസയറാണ്, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ അച്ചീവ്മെൻറ്റ്. ജീവിതത്തിൽ എന്ത് നേടണമെന്നുണ്ടെങ്കിലും ഐഡിയസ് നമുക്ക് ഭയങ്കര ഡിസയറബിൾ ആയിരിക്കണം. നമ്മളെ ഉള്ളിൽ ഇത് കത്തണം. എനിക്ക് വേണമെന്ന ഒരു അമിതമായ ആഗ്രഹം. മനോജ് സാർ എപ്പോഴും പറയാറുണ്ട് ബേണിംഗ് ഡിസയർ എന്ന് പറയാറുണ്ട്. കത്തിജ്വലിക്കുന്ന ആഗ്രഹങ്ങളുണ്ടോ? ദ ഡ്രീം, പവർഫുള്ളായിരിക്കുന്ന ഡ്രീം, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന എന്ത് ഡ്രീമാണുള്ളത്? തൻ്റെ കൂട്ടുകാരന് വേണ്ടിയാവും ഒപ്പിട്ടത്, ആരൊക്കെയോ ഉന്തി തള്ളിയാകും പ്രൊഡക്റ്റ് കഴിച്ചത്, അങ്ങനെ എന്തൊക്കെയോ തോന്നിയ കയ്യൊട്ടി പാട്ടിലായിരിക്കും പക്ഷേ ഒപ്പിട്ട് ചാർത്തി വർക്ക് തുടങ്ങിയത്. BOP ഹാളിൽ വല്ലാതെ പോയപ്പോൾ വെറുതെ ആർക്കൊക്കെയോ വേണ്ടി ഓക്കാനിച്ചതായിരിക്കാം, ഒക്കെ ശരി. പക്ഷേ നമുക്ക് പേഴ്സണലി ഒരു ഡിസയർ ഈ പ്രൊജക്റ്റിനകത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലേ? ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ചിലപ്പം തുടക്കത്തിൽ ഒപ്പിടുമ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഇനിയെങ്കിലും അത് വൈകിപ്പോയാൽ, ഞാൻ സീരിയസ്ലി പറയണം, നമ്മൾ ഈ ബിസിനസ് പാതി വഴിയിട്ടേച്ച് പോകും. എനിക്ക് എൻ്റേതായിരിക്കുന്ന ഒരു ഡിസയർ, ആ ഡിസയറിൻ്റെ പവർ തന്നെ എന്താണെന്ന്, അതൊരു ബേണിംഗ് ഫ്യുവലാണ്. നമ്മളെ ഉള്ളിൽ ഇന്ധനമില്ലാതെ വണ്ടി ഓടില്ലല്ലോ. നമ്മളെന്ന് പറയുന്ന ഈ വിജയത്തിൻ്റെ വാഹനം ചലിക്കണമെങ്കിൽ ആ ഇന്ധനം നിറച്ചേ പറ്റൂ. ആ ഇന്ധനത്തിൻ്റെ പേരാണ് ഡിസയർ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഫയർ ഇൻ ബെല്ലി ക്യാൻ മേക്സ് യു സക്സസ്ഫുൾ. അടിവയറ്റിൽ തീ പിടിക്കണം. നമുക്കിങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരണില്ല. കാര്യം എന്താണ്? ഞാൻ നാളെ സീലിംഗ് അടിക്കാൻ പോകണം, ഞാൻ നാളെ NTC ആകുന്നു, STC ആകുന്നു, വാവ്, നാളെ ഞാൻ ഡയമണ്ട് ആയാൽ എന്തായിരിക്കും, എൻ്റെ ലൈഫ് എന്തായിരിക്കും, ജസ്റ്റ് ഐ ആം ഗോയിങ് ടു ടച്ച് ദാറ്റ് ഡയമണ്ട് ഷിപ്പ്. ഇതാ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വരാൻ പോവാണ്. 2024 പെരുന്നാൾ, ഓണം, വിഷു എന്തൊക്കെ ആവട്ടെ, പക്ഷേ 25 പെരുന്നാൾ അതെനിക്ക് ആലോചിക്കാനേ വയ്യ. ഒരു പക്ഷേ ഇന്നലെ നമ്മുടെ ഐഫ്ലൈസിൽ കേട്ട പോലെ തന്നെ വെയിൽ കൊണ്ട് നടന്നവൻ ഇന്ന് AC നടക്കുന്നു. പവർ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആൻഡ് സിസ്റ്റം ആൻഡ് SBG ആൻഡ് MI ലൈഫ് സ്റ്റൈൽ. മഴ കൊണ്ട് നടന്നവൻ ഇന്ന് കാറിൽ നടക്കുന്നു. ഇങ്ങനെയൊക്കെ ലോകത്ത് ഉള്ളതല്ലേ. നാളെ എൻ്റെ ടേൺ ആണ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി നെക്സ്റ്റ് മൈ ടേൺ. അതാണ് അടുത്തത് ഇൻ്റെതാണ്. ഇപ്പോൾ എൻ്റെ അപ്ലൈൻ കാർ എടുത്തു, ഇനി അടുത്തെടുക്കാനുള്ളത് ഞാനാണ്. എൻ്റെ തൊട്ട് മേലത്തെ അപ്ലൈനാണല്ലോ കാർ എടുത്തത്. അതുവരെ മുബീൻ സാർ കാർ എടുത്തു, അതിൻ്റെ തൊട്ട് താഴെയുള്ള ITC എടുത്തു, NTC എടുത്തു, RTC എടുത്തു എന്നാണ് കേട്ടത്. അടുത്ത് ഞാനാണ് RTC, അപ്പോൾ ഞാൻ കാർ എടുക്കാൻ പോകണം. അടുത്ത ഞാനാണ് STC, അപ്പോൾ ഞാനാണ് ആ കാർ എടുക്കാൻ പോകുന്നത്. ആ ഇന്നാൾ എന്താണ് സീലിംഗ് അടിച്ചു, അടുത്ത സീലിംഗ് ഞാനാണ് അടിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ എന്ത് രസമാണെന്ന് അറിയോ? ക്രൈസ് ആയിരിക്കും. ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ലേ? അത് വിശ്വാസത്തോടെ പറ്റുന്നുണ്ടോ? രണ്ടാമത്തത് ഫെയ്ത്ത് എന്നതാണ്. ഡിസയർ ഉണ്ടായി, നല്ല ആഗ്രഹം ഉണ്ടായി, പക്ഷേ ആഗ്രഹത്തിൽ അഞ്ചയ്ക്ക് എനിക്ക് തന്നെ വിശ്വാസമില്ല. അത് പറ്റുമോ? ഇല്ല. വിഷ്വലൈസേഷൻ ആൻഡ് ബിലീഫ് ഇൻ അറ്റൈൻമെൻറ്റ് ഓഫ് ഡിസയർ. നേടുന്ന വിഷയത്തിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വിഷ്വലൈസേഷനും ഫെയ്ത്തും ഉണ്ടോ? ഈ ഫെയ്ത്ത് കൂട്ടാൻ പറ്റിയ ടെക്നിക്സാണ് വിഷ്വലൈസേഷനും. നമ്മളെന്നും അതിനെ ആസ്വദിച്ച് കാണുക. മെഡിറ്റേഷൻ നമ്മൾ നടത്തുന്നുണ്ടോ? ഇല്ലേ? സീരിയസ്ലി നമ്മളെ നോക്കാം. ഈ ഫെയ്ത്ത് ഇല്ല എങ്കിൽ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് നേടാൻ പറ്റുക? നമ്മുടെ കമ്പനിയിൽ നമുക്കേ വിശ്വാസമില്ല, നമ്മളെ പ്രൊഡക്റ്റിൽ നമുക്കേ വിശ്വാസമില്ല. നമ്മൾ കഴിക്കാത്ത പ്രൊഡക്റ്റ് എങ്ങനെയാണ് മറ്റൊരാളോട് പറയാൻ പറ്റുക? എനിക്ക് 2,10,000 ആഴ്ചയിൽ കിട്ടുന്ന ഒരു വിശ്വാസമില്ല, പക്ഷേ ഞാൻ ഭയങ്കര മോട്ടിവേഷനാണ്. ഇത് നടക്കോ? ഇല്ലേ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. സോ സീരിയസ്ലി നമ്മൾ ആലോചിക്കേണ്ടത് മൈ ഡിയേഴ്സ്, ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫെയ്ത്ത് ഉണ്ടോ ഇല്ലേ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ? അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക. ആലോചിച്ച് നോക്കുക, നമ്മൾ GTSൽ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ കോൺഫിഡൻസ് വരുന്നില്ലേ? അപ്ലയൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു എനർജി പാസ് ചെയ്യുന്നില്ലേ? എന്തിനാ പിന്നെ അപ്ലയൻസിൽ നിന്ന് മാറി നിൽക്കുന്നത്? സീരിയസ്ലി നമുക്ക് ആ ഫെയ്ത്ത് ശക്തമാകുമ്പോഴാണ് 100% നമുക്ക് ഫെയ്ത്ത് ഇല്ലാത്ത വസ്തു നമുക്ക് നേടാൻ പറ്റില്ല എന്നാണ്. വിശ്വസിക്കാൻ പറ്റുന്നതേ നേടാൻ പറ്റൂ. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയാറുണ്ട്. സോ ഫെയ്ത്ത് എന്ന് പറഞ്ഞത് 100% എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക 99% സാർ എനിക്ക് വിശ്വാസമുണ്ട്, 1% വിശ്വാസമില്ല എന്ന് പറഞ്ഞൊരു സാധനം പറ്റുമോ? ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അല്ല നീ ആഴ്ചയിൽ 2,10,000 അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതല്ല നീ ഒരു ബെൻസുമായി നാളെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിൻ്റെ താഴെ നാളെ ഒരു 100 STC വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതല്ല നിൻ്റെ താഴെ ഒരു 50 ITC വരുമെന്ന് തോന്നുന്നുണ്ടോ? അത് കേൾക്കുമ്പോൾ തന്നെ കൈയും കാലും വിറക്കുക, സാറേ എന്നോടത് പറയല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നാളെ ITC ആകുക, STC ആകുക, നാളെ എങ്ങനെയാണ് NTC ആകുക, സീലിംഗ് അടിക്കുക? നമ്മോട് ചോദിക്കുക ക്ലാസ് കേട്ടിട്ട്, ആക്ച്വലി ഞാനത് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വിശ്വാസത്തെ നമ്മൾ ആർജിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ സീലിംഗ് അടിക്കുമെന്ന് വിശ്വാസമില്ലെങ്കിൽ നമ്മളെ താഴെ ഒരു കുട്ടി അടിക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുക. സോ നമ്മളാദ്യം വിശ്വസിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ്. സോ ഫെയ്ത്തിൻ്റെ വിഷയത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്.
വിശദീകരിക്കുന്നില്ല, സമയക്കുറവ് മൂലമാണ്, അല്ലെങ്കിൽ എല്ലാ സ്ലൈഡും നമുക്ക് വിശദീകരിക്കേണ്ടി വരും. മൂന്നാമത്തെ ഒന്നാണ് ഓട്ടോ സജഷൻ. നമ്മൾ ഓട്ടോ സജസ്റ്റഡായി നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ അഫർമേഷൻസ്, നമ്മോട് എന്താ സംസാരിക്കുന്നത്, ദ മീഡിയം ഫോർ ഇൻഫ്ലുവൻസിങ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്കറിയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് എന്ത് പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. നാട്ടുകാർ പലതും പറയും, നിന്നെക്കൊണ്ട് അത് പറ്റില്ലടാ, നിനക്കത് കയ്യില്ലടാ, നീ പഠിച്ചവനല്ലോ, നീ പെണ്ണല്ലേ, നീ സാരിയല്ലേ, പെറുതയല്ലേ, നീ എന്താ പറയുക, അവരത്ര കഴിവില്ലല്ലോ, ഇന്ന സാറിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അയാളത്ര ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പോൾ നാട്ടുകാർ പലതും പറയും. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല, നീ നിന്നോട് എന്ത് പറയുന്നു എന്നുള്ളതാണ് കാര്യം. ലോകത്ത് അഭ്യസ്ത വിദ്യയിലല്ലാത്ത ആളുകളൊക്കെ ലോകാത്ഭുതങ്ങൾ ഉണ്ടാക്കിപ്പെട്ടതാണ്. അത് നമുക്കറിയാൻ പറ്റും. സാധാരണ 4ാം ക്ലാസ്സും കുസ്തിയുള്ള ആളുകൾ ഇന്ന് മൾട്ടി മില്ലേനിയറായി മാറിയത് നമുക്കറിയാൻ പറ്റും. വലിയ സാമ്രാജ്യങ്ങൾ, അത് നമ്മുടെ ഇന്ദുജ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക റിലയൻസ് പോലെയുള്ള ലോകത്തെ എന്തൊക്കെ മഹാത്ഭുതങ്ങളാവട്ടെ, സ്റ്റഫോർഡ് യൂണിവേഴ്സിറ്റിയും തോറ്റ മുകേഷ് അംബാനി ആവട്ടെ, 4ാം ക്ലാസ്സും കുസ്തിയുള്ള എന്താ പറയുക ധീരുഭായ് അംബാനികളാവട്ടെ, ഇവരൊക്കെ തോറ്റതിന് ശേഷമുള്ള അത്ഭുതങ്ങളാണ് ഈ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. സോ നമുക്കൊരിക്കലും അതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മോട് എന്തോ പറയുന്നു. സീരിയസ്ലി നമുക്കറിയാം SBGയുടെ റീഗ്നൈറ്റ് പ്രോഗ്രാം ലാസ്റ്റ് പറയുന്നത്, ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദി ബെസ്റ്റ്, ഐ ഏൺ 1 lakh പെർ മന്ത്, ഒരു മാസം ഞാൻ 1 ലക്ഷം നേടും എന്ന് മനോജ് സാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇത് വലിയൊരു ക്വസ്റ്റനാണ്. അതുകൊണ്ട് ഓട്ടോ സജഷൻ പ്രധാന ഘടകമാണ്. നമ്മോട് കണ്ണാടി നോക്കി എന്നും പറയാം, യെസ് ടുഡേ ഈസ് ഗോയിങ് ടു മീറ്റ് മൈ ന്യൂ ഡയമണ്ട്. എൻ്റെ പുതിയ ഡയമണ്ടിനെ ഞാൻ ഇന്ന് കാണാൻ പോവുകയാണ്. ഒരു പക്ഷേ ഞാൻ ഇന്നാണ് ആ ഡയമണ്ടിനെ കാണുന്നത്, ഞാൻ തേടി നടന്ന മഹാത്ഭുതത്തെ ഞാൻ ഇന്ന് കാണും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നത് പ്രധാനമാണ്. സോ നമ്മുടെ എന്താ പറയുക ഓട്ടോ സജഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സീരിയസ്ലി മൈ ഡിയേഴ്സ് പറയുന്നു, വിശദീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന കാരണം സമയക്കുറവാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ലീഡർമാരെ നിങ്ങളെ സഹായിക്കുന്നുണ്ടാകും. സോ ഓട്ടോ സജഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് അതാണ്. സോ സീരിയസ്ലി 4ാമത്തെ ഒരു പോയിന്റ് ആണ് സ്പെഷ്യലൈസ്ഡ് നോളജ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആദ്യം ഡിസയർ, നല്ല കത്തുന്ന ആഗ്രഹം വേണം. ആ കത്തുന്ന ആഗ്രഹത്തിൽ നല്ലൊരു വിശ്വാസം വേണം. ആ വിശ്വാസം നമ്മളോട് പറയണം. ഇതാണ് 3ാമത്. ഈ 3 കഴിഞ്ഞ് ഇതൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരു സാധനം വന്നാൽ 3ാമത്തെ സാധനം വരണം. ഈ 3 സാധനം വന്നു കഴിഞ്ഞാൽ 4ാമത്തത് മസ്റ്റായിട്ട് വരും എന്നാണ്. എന്താണത്? സ്പെഷ്യലൈസ്ഡ് നോളജ്. എന്താണ് സ്പെഷ്യലൈസ്ഡ് നോളജ്? ലോകത്ത് 2 തരം നോളജുകൾ നമ്മൾ പറയാറുണ്ട്. ഒന്ന് നമ്മളെ ജനറൽ നോളജും പറയാറുണ്ട്, മറ്റൊന്ന് നമ്മളുടെ സ്പെഷ്യലൈസ്ഡ് നോളജും പറയാറുണ്ട്. നമ്മളുടെ ആ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ സീരിയസ്ലി ആലോചിച്ച് നോക്കി, ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മളുടെ എന്താ പറയുക, നോളജ് വിൽ നോട്ട് അട്രാക്ട് മണി അൺലെസ് ഇറ്റ് ഈസ് നോട്ട് ഓർഗനൈസ്ഡ്. നമ്മൾ ഓർഗനൈസ് ചെയ്തില്ല എങ്കിൽ, നമ്മളെ ടീമിൽ ഒരുപാട് ആൾക്കാരുടെ വിവരങ്ങളുണ്ട്, എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ അറിവിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഈ ബിസിനസ് സീരിയസ്ലി തുടങ്ങിയില്ല എന്നതാണ് വലിയ സത്യം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ശരിക്ക് ഈ ബിസിനസ്സിനകത്ത് വന്നിട്ട് ലീഡർ പറഞ്ഞു 4/6 നിങ്ങൾ പഠിച്ചോ, അത് ചെയ്യുന്നുണ്ടോ? 5 ഫിംഗർ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അപ്ലൈൻ കൗൺസിലിംഗ് നിങ്ങൾക്കുണ്ടോ? പുസ്തക വായന നിങ്ങൾക്കുണ്ടോ? പ്രോഗ്രാം അറ്റൻഡിങ് നിങ്ങളുണ്ടോ? പ്രൊഡക്റ്റ് യൂസിങ് നിങ്ങളുണ്ടോ? അതല്ല നമ്മളെ എന്താ പറയുക നെഗറ്റീവ് പീപ്പിളുമായിട്ട് സംസാരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് മൊബൈലിൻ്റെയും ഇതിൻ്റെയൊക്കെ യുഗമാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് പീപ്പിളിനെയാണ് കൂടുതൽ കാണാനും സംസാരിക്കാനും നിൽക്കുന്നത്. ജയിച്ച ആളോടല്ല നമ്മൾ സംസാരിക്കുന്നത്, തോറ്റ ആളോടാണ്. നമ്മുടെ മെയിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളാണ്. നമ്മൾ ഉറപ്പാണ് ചാരിയ ഇത് മണക്കും. സോ സീരിയസ്ലി നമ്മൾ ഈ കൾച്ചറുകൾ കൃത്യമായി സിസ്റ്റം ബേസ്ഡ് സൂക്ഷിച്ചില്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് നമുക്കാകുന്നില്ല. ആ സ്പെഷ്യലൈസ്ഡ് നോളജ് ആ വിഷയത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ നോളജ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് നോളജ് അക്യൂർ ചെയ്ത ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ നോളജ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള സ്പെഷ്യൽ നോളജ്, എല്ലാം അത്യാവശ്യമാണ്. സോ നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇതിനു വേണ്ടി നമ്മൾ സെറ്റാകണം എന്ന പദമാണ് ആ സൂചിപ്പിക്കുന്നത്. 4ാമത്തെ കാര്യം. ദെൻ ആ 4ാമത്തെ കാര്യം സെറ്റാണെങ്കിൽ 5ലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ആണ്. നമ്മുടെ തിങ്കിങ്, ഇമാജിനേഷൻ പവർ എത്ര പവർഫുള്ളാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളുടെ സക്സസ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? ദ വർക്ക് ഷോപ്പ് ഓഫ് ദി മൈൻഡ്, നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വർക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇമാജിനേഷനാണ്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ഒരു ബിൽഡിങ് ഇന്ന് നമ്മൾ പണ്ട് കാലത്ത് നമുക്കറിയാൻ പറ്റും, കാളവണ്ടി മാത്രം ഓടിയ ആ റോട്ടിലൂടെ ഇന്ന് പറക്കുന്ന വലിയ വലിയ കാറുകളും വലിയ വലിയ വാഹനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ചിറക് വിരിച്ചു പറക്കുന്ന വലിയ വിമാനങ്ങൾ, അതേപോലെ തന്നെ ആ വിമാനത്തിനകത്ത് വിമാനം കൊണ്ടുപോകുന്ന വിമാനങ്ങൾ, അല്ലെങ്കിൽ ആകാശത്ത് നിറക്കുന്ന വിമാനം പോലെയുള്ള വലിയ ഹോട്ടലുകൾ, ഇങ്ങനെയൊക്കെ എന്തെല്ലാമൊക്കെ അത്ഭുതങ്ങൾ. അതൊക്കെ ഒരു ഇമാജിനേഷനിൽ നിന്നല്ലേ വന്നത്.
നമുക്കറിയാൻ പറ്റും സീരിയസ്ലി ഈ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ ഒരു ചിത്രം നോക്കിയാൽ മതി. ഒരു തുമ്പിയുമായിട്ട്, ഞങ്ങളുടെ നാട്ടിൽ ആനത്തുമ്പി എന്ന് പറയും, ഇതിൻ്റെ ഒരു ഇമാജിനേഷൻ നിങ്ങൾ കറക്റ്റാക്കി നോക്കിയാൽ അത് കാണാൻ പറ്റും. ലോകത്ത് ഏതൊരു സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നല്ല ബോംബർ വിമാനങ്ങളൊക്കെ ഒരു പക്ഷേ പറന്നു പോകുന്ന ചില ഈഗിളുകളുമായിട്ട് അതിൻ്റെ ചിറക് വിരിച്ച ചിത്രങ്ങളുമായിട്ട് കണക്ഷൻ കാണാൻ പറ്റും. ഒക്കെ ഒരു ഇമാജിനേഷനാണ്, ഇതുമായി അതിനൊരു കണക്ഷൻ. സോ ഈ ഇമാജിനേഷൻ പവർ നമുക്ക് എത്ര പവർഫുള്ളാണ്. കാര്യം നമുക്കൊരു കാര്യത്തെ ഇമാജിൻ ചെയ്യാൻ പറ്റണം. ആ ഇമാജിനേഷൻ തന്നെയാണ് വിഷ്വലൈസേഷൻ, അത് തന്നെയാണ് ബിലീഫും ഫെയ്ത്തും മെഡിറ്റേഷനും എല്ലാം കടന്നു വരുന്നത്. സോ ഇമാജിനേഷൻ ഈസ് ലിറ്ററലി വർക്ക്ഷോപ്പ് ഓഫ് വേർ ദ ഫാഷനബിൾ ഓൾ പാൻസ് ക്രിയേറ്റഡ് മാൻ. മനുഷ്യൻ്റെ ഓരോ വരാനിരിക്കുന്ന അത്ഭുതങ്ങളും സംഭവിക്കുന്ന സ്ഥലമാണ് ഇമാജിനേഷൻ. സോ നമുക്ക് എപ്പോഴും നമ്മൾക്ക് വരുമാനമില്ലെങ്കിൽ പോലും വരുമാനം വരുന്ന ഒരു ദിനത്തെ, വരുമാനം വന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസത്തെ നമുക്ക് ഇന്ന് തന്നെ കാണാൻ പറ്റണം. ഒരു പക്ഷേ ഈ ബുധനാഴ്ച നമുക്ക് വരുമാനം വന്നില്ലായിരിക്കാം, പക്ഷേ ഒരു ബുധനാഴ്ചയുണ്ട് ആ SMS ക്ലിങ് എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ 2,10,000 ആ വന്നിരിക്കുന്ന ഫീല് ജസ്റ്റ് യു ഹാവ് ടു ഫീൽ നൗ. ഒരു പക്ഷേ ആ വന്നതിന് ശേഷം ഇമാജിൻ ചെയ്യാൻ ആരും പോകേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്, അത് വന്നു കഴിഞ്ഞു. വരാത്ത സമയത്ത് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് സക്സസ് എന്ന് വിളിക്കൽ. കാര്യം 2,10,000 വരുന്നതിന് മുന്നേ അത് നാളെ വരുമെന്ന് ഇമാജിൻ ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. വന്നിട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റില്ലേ, വരാതിരിക്കുമ്പോൾ ചെയ്യുന്നതിനെയല്ലേ യഥാർത്ഥ ഹീറോയിസ് എന്ന് വിളിക്കുന്നത്. സോ ഇമാജിനേഷൻ എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ സീരിയസ്ലി നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വാക്കാണ് നമ്മളുടെ ഗ്രേറ്റ് ഈസമ MC² ഫൗണ്ടറും ലോകത്തിൻ്റെ അവസാന വാക്ക് ഇൻ സയൻറ്റിഫിക് വേൾഡ് ഐൻസ്റ്റീൻ പറയുന്നത് ഇമാജിനേഷൻ ഈസ് എവറിത്തിങ്. ഇറ്റ് ഈസ് ദ പ്രിവ്യൂ ഓഫ് ലൈഫ് കമ്മിങ് അട്രാക്ഷൻ. വരാൻ പോകുന്ന അട്രാക്റ്റീവായിരിക്കുന്ന ലൈഫിൻ്റെ ഒരു പ്രീവ്യൂ പിക്ചറാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. നാളെ വരാനിരിക്കുന്ന ഒരു ലക്ഷറി ലൈഫ് നമുക്കുണ്ട്. മന്ത്ലി ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആളുകൾ, ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് പറക്കുന്ന കാലം. ഇന്ന് നമുക്കൊരു പക്ഷേ ഇൻകം പ്ലാനിന് വേണ്ടി പോകുന്ന സമയത്ത് എന്താ പറയുക, കാറിൽ എണ്ണ അടിക്കാൻ കാശ് കാണില്ല, ബൈക്കിൽ എണ്ണ അടിക്കാൻ കാശ് കാണില്ല, അതല്ലെങ്കിൽ ലോങ്ങിലേക്ക് ക്ലാസ്സിന് പോകുമ്പോൾ എത്ര അതിനൊക്കെ കൊടുക്കേണ്ടി വരിക, RTPക്ക് കാശ് നുള്ളി ഒപ്പിച്ചതാണ്, ഇതൊക്കെ പറയുന്ന ഒരു കാലഘട്ടം. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് മറ്റൊരു കാലഘട്ടം ഉണ്ടല്ലോ ഇതിനകത്ത്. ക്യാഷ് കൊണ്ട് എന്താ കാട്ടുകയെന്ന് അറിയാത്തൊരു കാലഘട്ടം. നമുക്കറിയാൻ പറ്റും ചില ITC ലീഡർമാരുടെ കഥ. അവർ വാഹനം കൊണ്ടാണെങ്കിലും ലക്ഷറി പർച്ചേസിങ്ങളെ കൊണ്ടാണെങ്കിലും അവർക്ക് തന്നെ ഒരു കയ്യും കണക്കില്ലാത്ത ലെവലിലേക്ക് മാറി എത്രയോ ITC ലീഡർമാർ മൈ ലൈഫിനകത്ത് നമ്മൾ കാണുന്നു. സോ സീരിയസ്ലി നമ്മൾ അയച്ചു നോക്ക്, ഇഷ്ടപ്പെട്ടത് എന്തും പർച്ചേസ് ചെയ്യുന്നൊരു കാലഘട്ടം നമുക്ക് വരാനുണ്ട്. കളിയാക്കിയ ആൾക്കാരെ മുമ്പിൽ ഹീറോയിസത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് വരാനുണ്ട്. അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ വിശ്വസിച്ചാലേ അത് വരൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ അത് വന്നോളും അപ്പം ഞാൻ വിശ്വസിച്ചോളും എന്ന് പറഞ്ഞ സാധനമില്ല. ഇന്ന് വിശ്വസിച്ചാലേ അത് അന്ന് വരുള്ളൂ. അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഡൗട്ടാണ്, നമുക്ക് ഡൗട്ടാണെങ്കിൽ നാളെ അത് വരില്ല. അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻ്റ്ലി ദ പവർ ഓഫ് ഇമാജിനേഷൻ മേക്സ് അസ് ഇൻഫൈനൈറ്റ്. നമുക്കൊരു ഇൻഫൈനൈറ്റ് ലൈഫ് തരണമെന്നുണ്ടെങ്കിൽ പവർ ഓഫ് ഇമാജിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമുക്ക് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് പ്ലാനിങ് ആണ്. നമുക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ട്. ദ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ദ ഡിസയർ ഇൻ ടു ആക്ഷൻ, അതാണ് ഏറ്റവും പ്രധാനം. എന്താണ് ഓർഗനൈസ്ഡ് പ്ലാൻ? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്കുണ്ടായിരിക്കും. ഈ പ്ലാനുകൾ നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഓർഗനൈസ്ഡ് പ്ലാൻ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് സ്വന്തം വർക്കിനെ ഓർഗനൈസ് ചെയ്യുന്ന പ്ലാനുണ്ട്, നമ്മുടെ ടീമിൻ്റെ വർക്കിനെ ഓർഗനൈസ് ചെയ്യേണ്ട ഇതുണ്ട്. ഇപ്പോൾ സീരിയസ്ലി ആലോചിച്ച് നോക്കാം, നമുക്ക് ഈ ഓർഗനൈസേഷൻ പറയുമ്പോൾ നമുക്കറിയാം ടീം കോർഡിനേറ്റർ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ടീം കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ടീം എവിടെയാണ്, നമ്മളെ കോർഡിനേഷൻ എവിടെയാണ്? സീരിയസ്ലി നമ്മൾ ചിന്തിച്ച് നോക്ക്. ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ പറയുന്നത് സീരിയസ്ലി ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്. ATC എന്ന് പറഞ്ഞാൽ ഏരിയ ലെവലിൽ ടീമിനെ കോർഡിനേറ്റ് ചെയ്യണം. നമ്മൾ തന്നെ ATC എന്ന് പറഞ്ഞാൽ അയൽവാസി ടീം കോർഡിനേറ്ററാണ് നമ്മളേക്കൽ. കാര്യം എന്താണ്, നമ്മളെ അയൽവാസിയാണ് ഈ ബിസിനസ്സിൽ ആദ്യം ഒപ്പിട്ടത്. നമ്മൾ അയൽവാസിയോട് ചോദിക്കും നാളെ തന്നെ വന്ന് കണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ പോയി കണ്ട്, എടാ നമ്മൾ നാളെ വർക്കിന് പോകാമെന്നുണ്ടോ, എന്തെങ്കിലും വല്ല വർക്ക് ഉണ്ടാവും, പറയില്ല നമ്മളിന്ന് കുളിക്കാൻ പോകില്ല, എന്നാൽ കുളിക്കാൻ പോകാം. ഇതാണ് ഏരിയ ടീം കോർഡിനേറ്റർ ATC. DTC എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന് മൈ ലൈഫ് സ്റ്റൈൽ പറയുന്നുണ്ട്. നമ്മളതിനെ വേറെ എന്തെങ്കിലും പേരിട്ടാണ് വിളിക്കേണ്ടി വരും. ഒന്നുകിൽ ഡ്യൂട്ടീസ് ടീം കോർഡിനേറ്റർ എന്ന് വിളിക്കണം. ZTC എന്നൊക്കെ പറഞ്ഞാൽ സൂം ടീം കോർഡിനേറ്ററാണ്. അത് സൂമിൽ എന്നെ കാണുള്ളൂ, ഗ്രൗണ്ടിൽ എന്നെ കാണൂല. കാണുന്നുണ്ടെങ്കിൽ iFlyers നിങ്ങൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സൂം മീറ്റിംഗ് നടത്തുമ്പോൾ രാത്രി ഞാൻ ഉണ്ടാവും. അപ്പോൾ അത് സൂം ടീം കോർഡിനേറ്റർ, അല്ലാതെ സോണൽ ടീം കോർഡിനേറ്റർ അല്ല. STC എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ടീം കോർഡിനേറ്ററാണ്. അതായത് തനിക്ക് തൻ്റേതായ 4 ആളുണ്ട്, അതായിട്ട് ഇങ്ങനെ നടക്കും. ബാക്കി ആരും നിങ്ങൾ പറയരുത്, എൻ്റെ താഴത്ത് ഓർഗൊണ്ടും ചുവക്കെ ബാക്കി ആരെങ്കിലുമൊക്കെ നോക്കിക്കോട്ടെ, ഇതിൻ്റെ സ്വന്തം ആൾക്കാരെ ഞാൻ ഒറ്റയ്ക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി പുതിയ കുറേ ടീം കോർഡിനേറ്റർ ഇപ്പോൾ സൂമിന് ശേഷം പുതിയത് മൈ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നത് WTC, അതായത് വാട്സപ്പ് ടീം കോർഡിനേറ്റർ ആയിരിക്കും, വേൾഡ് ടീം കോർഡിനേറ്റർ ആണോ എന്ന് ഡൗട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കോമഡികളാണ് നമ്മൾ കാണുന്നത്. ഇനി പുതിയ 2 ചേർത്തി കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് VTC കൊടുക്കാം. വാർഡ് ടീം അല്ല WTC വാർഡ് ടീം കോർഡിനേറ്റർ, അല്ലെങ്കിൽ നമുക്ക് PTC പഞ്ചായത്ത് ടീം കോർഡിനേറ്റർ, ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും.
സീരിയസ്ലി മൈ ഡിയേഴ്സ്, നമ്മൾ ആലോചിച്ച് നോക്കുക, ആ പദങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ നമുക്ക് ആ തലത്തിലൊരു ടീമിനെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലേ? ജില്ല വിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടോ? സംസ്ഥാനം വിട്ടു പോകാൻ നമ്മൾ ഒരുക്കമുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമ്മൾ റെഡിയാണ്? ഇങ്ങനെ ഒരുപാട് ഒരു ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടതുണ്ട്. നമ്മളെ ടീമിനെ ശരിക്കും ഓർഗനൈസ് ചെയ്യുന്നുണ്ടോ? നമ്മളേക്കൽ നമ്മളെ ടീമുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലീഡറെ കണ്ട് എൻ്റെ ടീം പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനെന്ന വ്യക്തിക്ക് എന്ത് ശക്തിയാണ് ഉള്ളത്? എന്നെ കണ്ട് എൻ്റെ ടീം നിൽക്കണം. അങ്ങനെ ഒരു വാശി ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഏതർത്ഥത്തിൽ? എൻ്റെ ടീമിൻ്റെ വിശ്വാസത്തിൽ ഞാനുണ്ടാവണം, അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള വ്യക്തിയിൽ എൻ്റെ പേരുണ്ടാവണം. ഇങ്ങനെ ഓരോരുത്തർ ചിന്തിച്ചു നോക്കാണ്. എന്നാലേ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതല്ല എൻ്റെ അപ്ലൈനിൽ മാത്രമേ എൻ്റെ ടീമിന് വിശ്വാസമുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ളൂ എങ്കിൽ ടീമിൻ്റെത് എപ്പോഴും ആയിട്ടില്ല. അതുകൊണ്ട് സീരിയസ്ലി ഓർഗനൈസ്ഡ് പ്ലാനിൽ നമുക്ക് ഡെയിലി പ്ലാൻ വേണം, വീക്ക്ലി പ്ലാൻ വേണം, മന്ത്ലി പ്ലാൻ വേണം. അങ്ങോട്ട് എവിടേക്കാണ് പോകുന്നത്? ഈ പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ കാശില്ലാത്തവരുടെ ഇറച്ചിക്ക് പോയി എന്ന് ഞങ്ങളെ മലപ്പുറക്കാർ പറയാറുണ്ട്. നമ്മൾ അവിടെ കിടന്ന് ഡ്രിഫ്റ്റ് അറൗണ്ട് എന്നാണ്, വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ പോരും. ഈ പ്ലാൻ ഉള്ളവനക്ക് എല്ലാത്തിനും വർക്കിന് സമയം കിട്ടുന്നുണ്ടാവും. അല്ലാത്തവൻ പറയും, സാറേ ഒന്നിനും സമയമില്ല സാറേ, ഇങ്ങോട്ട് ആകെ കുടുങ്ങി, നോക്കുമ്പോൾ റാങ്ക് ഡബിൾ ബറിയാണ്, അപ്പോൾ ഒന്നും എനിക്ക് സമയമില്ല. അങ്ങനെ ആകുമ്പോൾ ഇയാൾ ITC ഒക്കെ ആയാലും എന്തായിക്കാനും. ഇപ്പോൾ ഗ്രേറ്റ് മനോജ് സാർ എവിടെയൊക്കെ പറന്നെത്തുന്നു, എന്തെല്ലാമൊക്കെ ചെയ്യുന്നു. എല്ലാ ലീഡർമാരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താ കാര്യം? അവർക്ക് പ്ലാൻ ഉണ്ടായതുകൊണ്ടാണ്. സോ സീരിയസ്ലി നമുക്ക് ഓർഗനൈസ്ഡ് എഴുതി വെച്ച പ്ലാൻ ഉണ്ടാവണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വീക്കിനും ഓരോ പ്ലാൻ വേണം, ഓരോ മന്തിനും ഓരോ പ്ലാൻ. ദെൻ ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഏഴാമത്തെ കാര്യമാണ് നമ്മളെ ഏറ്റവും പ്രധാന കാര്യം, ഡെസിഷൻ എന്ന് പറഞ്ഞ സാധനം, തീരുമാനം എടുക്കലും. സംഗതി നമ്മുടെ രസം. നല്ല പ്ലാനൊക്കെ കേട്ടു. നമ്മൾ എന്താ പറയുക, ബെറി സ്റ്റാർ ആൻഡ് അബവ് മീറ്റിലുണ്ട്, അതേപോലെ തന്നെ എല്ലാ മീറ്റിനും മുന്നിലുണ്ട്. ഹൈഫ്ലൈസൊക്കെ ആദ്യം തുറക്കൽ അയാളാണ്. അയാൾ ആ നോട്ടം കണ്ടാൽ ഒരു പക്ഷേ നമുക്ക് തന്നെ പേടിയാവും. ആ ലെവലിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ്. തീരുമാനം എടുത്താന്ന് വെച്ചാൽ അതായിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാ പ്രോഗ്രാമിലും എൻ്റെ കൂടെ ഉണ്ടാകും, ബാക്കിലുണ്ട്, മുന്നിലുണ്ട്. ഇത് ബാക്കിലും മുന്നിലൊക്കെ നടക്കാൻ നമുക്കൊരു തീരുമാനം എടുത്താൽ എന്തുകൊണ്ട് നടക്കില്ല? ഞാൻ തീരുമാനിക്കാതെ എങ്ങനെയാണ് എൻ്റെ ജീവിതം സെറ്റാവുക? ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഓരോരുത്തരും കല്യാണം കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടല്ലേ ആ പെണ്ണാണ്ട് വന്നത്, അല്ലാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പെരിക്ക് കയറിയതല്ലല്ലോ. നിങ്ങൾ മിഠായി കൊടുത്തു, അതല്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടു, അന്ന് ആ സമയത്ത് നഖം കടിച്ചു, കളം വരച്ചു, ചായപാത്രം തന്നു, അപ്പോൾ നിങ്ങൾ പേര് ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെട്ടു, ലാസ്റ്റ് പറഞ്ഞു ഇവൾ മതി നിൽക്കും. ഇങ്ങനൊരു തീരുമാനം കണ്ടപ്പോഴല്ലേ ഇവൾ അങ്ങോട്ട് വന്നത്. അങ്ങനെയല്ലേ ബീവി വീട്ടിൽ കയറിയത്. അങ്ങനെയെങ്കിൽ മൈ ലൈഫിലൊരു ബീവി ഉണ്ട്. ആ ബീവി നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അതാണ് ബിസിനസ് വോള്യം. മറ്റേ ബീവി ചിലപ്പോൾ ഒന്ന് തന്നെ മതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കുക, ഈ ബീവി നിങ്ങളെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസിഷൻ എടുക്കണ്ടേ, തീരുമാനം എടുക്കണ്ടേ? ഞാൻ ഇനി ഇങ്ങനെ ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ ഞാൻ ഇന്നാലൊരു പ്രോഗ്രാം കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഒരു GTS കണ്ടു. ഡെസിഷൻ എടുത്തിരിക്കണം. അതല്ലാതെ ഒരു ഒഴുക്കാൻ മട്ടിൽ ഞാൻ എല്ലാ ശനിയും മലപ്പുറത്തുണ്ടായിരിക്കും, എല്ലാ ഞായറും മണ്ണൂരുണ്ടായിരിക്കും, എല്ലാ ഇന്നാല് ദിവസം തിങ്കളും ഞാൻ എറണാകുളത്തുണ്ടാകും, എല്ലാ ഇന്നാല് ദിവസം തൃശ്ശൂരുണ്ടാകും, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഞാനൊരു എന്താ പറയുക സ്ഥിരം സന്ദർശനം പോലെ ഇങ്ങനെ ആ ഒരു കാര്യമില്ലല്ലോ. ഓരോ പ്രോഗ്രാമിനും ഓരോ ദിവസത്തിനും ഒരു തീരുമാനം മസ്റ്റാണ്. 25,000-ഓളം വരുന്ന ആളുകളിൽ നടത്തിയ യഥാർത്ഥ പഠനം, ആണായാലും പെണ്ണായാലും തോൽവി വന്ന ആളുകളിൽ നടത്തിയ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് പറയുന്നത് അവരാരും തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു എന്നാണ്. ജസ്റ്റ് ഇങ്ങനെ കേൾക്കുക. മുബീൻ സാറ് സംസാരിച്ച സമയത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത വരികയായിരുന്നു, ഇന്ന് ഒട്ടുമിക്ക ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിൻ്റെ അവബോധന ക്ലാസ് എടുക്കുന്നത്. മഹാ അത്ഭുതമായി നെറ്റ്വർക്ക് ഇതാ വരുന്നു, അതേപോലെ തന്നെ ഭയങ്കരമാണ് വെൽനസ്, ഇനി മഹാ അത്ഭുതമാണ്, അതാണ് ഇതാണ്, ഇങ്ങനെയൊക്കെ ബോധന ക്ലാസ് എടുക്കും. പക്ഷേ ഡെസിഷൻ എടുക്കില്ല. കാര്യം ഡെസിഷൻ എടുത്താൽ ഇയാൾ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് ആദ്യം കഴിക്കേണ്ടി വരും. ആരാൻ്റെ ഡയബാ ലൈഫ് കൊടുത്താണ്ട് അവൻ്റെ പ്രമേയം മാറ്റാൻ നടക്കാണ്, അവനാ ഡയബാ ലൈഫ് കഴിക്കില്ല. ആരാൻ്റെ ലൈഫിൽ പ്രോട്ടീൻ ഭയങ്കര അത്യാവശ്യമാണ്, എൻ്റെ ലൈഫിൽ വേണ്ട, കാരണം ഞാൻ ഭയങ്കര ഓൾറെഡി പ്രോട്ടീൻ ഉള്ള ആളാണ്. ഇങ്ങനെയുള്ള ചിന്താഗതി നമുക്ക് മാറ്റേണ്ടതില്ലേ? ആലോചിച്ച് നോക്കുകയാണ്. നെഞ്ചത്ത് കൈവച്ച് ഇമ്മ്യൂണിറ്റി പാക്ക് എന്ന് പറയുന്ന SBG പറഞ്ഞ 5 പ്രധാന പ്രീമിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചവരാണോ അല്ലേ? ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഓരോരുത്തരും വന്നിട്ട് 95 കുടിച്ച എത്ര ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്? ഡയബാലൈഫ് കഴിച്ച എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്? അതൊക്കെ പവർഫുൾ ലീഡേഴ്സാണ്. ഉൽപ്പന്നം കഴിക്കൽ മസ്റ്റാണ്. സോ ഡെസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് ഉൽപ്പന്നം കഴിക്കുന്നതിലാവട്ടെ, ആക്ഷൻ എടുക്കുന്നതിലാവട്ടെ, എന്ത് വിഷയത്തിലും ഡെസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ആ ഡെസിഷനിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഐ ആം നോട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് മൈ സർക്കംസ്റ്റാൻസ്, ഐ ആം എ പ്രൊഡക്റ്റ് ഓഫ് മൈ ഡെസിഷൻ. ഇത് പറഞ്ഞിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിളിൻ്റെ ഓതറായിരിക്കുന്ന നമ്മളുടെ കവി, നമ്മളുടെ സ്റ്റീഫൻ കവി എന്ന് പറയുന്ന വ്യക്തിയാണ്. ലോകപ്രസിദ്ധമായിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് ജന്മം നൽകിയ മനുഷ്യനാണ് സ്റ്റീഫൻ ആർ കവി എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും എൻ്റെ സാഹചര്യങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല എന്നതാണ്. ഞാൻ പ്രൊഡക്റ്റ് ഓഫ് മൈ ഡെസിഷൻ, ഞാനെടുത്ത തീരുമാനത്തിൻ്റെ പ്രൊഡക്റ്റാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയേണ്ടത്, സാറേ ഞാൻ തോൽക്കാൻ കാരണമുണ്ടല്ലോ,
അത് ഞാൻ ഇന്നാലിൻ്റെ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ടാണ്, എൻ്റെ അപ്ലൈൻ ഇന്ന ആളായതുകൊണ്ടാണ്, എൻ്റെ ഡൗൺലൈൻ ഇന്ന ആളായതുകൊണ്ടാണ്, അതുപോലെ തന്നെ എൻ്റെ നാട് അവിടെ ആയതുകൊണ്ടാണ്, എൻ്റെ വീട് കുന്നിൻ്റെ മേലെയിട്ടാണ് ഞാൻ തോറ്റത്, ഞാനെങ്ങാനും ടൗണിലാണെങ്കിൽ ഞാൻ കാണിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളുണ്ട്. ഞാൻ സാറേ ഞാൻ ഇതിൻ്റെ അകത്താണ്, ഞാൻ ഇതിൽ നിന്നാണ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലെവൽ മാറിയിട്ടുണ്ടാവും, മൈ ലൈഫിൽ ചിലപ്പോൾ പ്രൊഡക്ട്സ് കഴിച്ചാൽ കിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനങ്ങളാണ് നമ്മൾ പറയുക. സർക്കംസ്റ്റാൻസിനെ ആ കുറ്റപ്പെടുത്തുക. പക്ഷേ ലോകത്ത് എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ എന്ന വ്യക്തി ഞാനാകുന്നത് എൻ്റെ സർക്കംസ്റ്റാൻസ് കൊണ്ടല്ല, എൻ്റെ ഡെസിഷൻ കൊണ്ടാണ്. എനിക്ക് ഇങ്ങനെ ആയേ പറ്റൂ, എനിക്ക് ഇങ്ങനെ ആകാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ തോറ്റ് ജീവിക്കേണ്ടവനല്ല, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവനല്ല, ഞാൻ ഈ ബൈക്ക് ഓടിക്കേണ്ടവനല്ല, ഞാൻ ഈ കാറല്ല ഓടിക്കേണ്ടത്. Whenever you see a successful businessman, someone once made a courageous decision. എന്തെങ്കിലും ഒരു വിജയിച്ച ലീഡറെ നിങ്ങൾ കണ്ടാൽ, ഒരു ഡയമണ്ടിനെ കണ്ടാൽ ഉറപ്പിച്ചോ അതൊരു കടുകട്ടിയുള്ള തീരുമാനത്തിൻ്റെ പിറകിലാണ് അദ്ദേഹം ITC ആയത്, അദ്ദേഹം ജാഗ്വർ വാങ്ങിയത്, അദ്ദേഹം ബെൻസ് വാങ്ങിയത്, അദ്ദേഹം ഡയമണ്ട് ആയത്. അല്ലാതെ അവരാരോ ഓർഗോ 1 വന്നപ്പോൾ ഇവരാരോ ഓർഗോ 2 വന്നപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇങ്ങനെ ആയപ്പോൾ അയാൾ ITC ആയി, CTC ആയി, NTC ആയി. അല്ല, ഒരിക്കലുമല്ല. ആ ആളുകൾ വന്നത് ഇയാൾ ആ തീരുമാനം എടുത്തുകൊണ്ടാണ്. സോ തീരുമാനമാണ് ആദ്യത്തെ പ്രശ്നം, പിന്നെ ആക്ഷനാണ്. ഡെസിഷൻ കഴിഞ്ഞാൽ ആക്ഷനാണ്. സോ സീരിയസ്ലി ഒരു ബിസിനസ്മാനെ കണ്ടാൽ നമ്മൾ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ലക്കി അടിച്ചതാണ്, അങ്ങനെ വന്നതാണ്, ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. കടുകട്ടിയുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, തോൽക്കാത്ത പാറ പോലെ ഉറച്ച ഒരു തീരുമാനം. ദെൻ അങ്ങനെ തീരുമാനം എടുത്താൽ 8ാമത്തെ കാര്യം മസ്റ്റാ. അതെന്താ? പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം, കഠിന പ്രയത്നം, ഏതറ്റം വരെ പോകാനുള്ള ഭഗീരഥ പ്രയത്നം. ഭഗീരഥൻ്റെ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഭഗീരഥ പ്രയത്നം. സോ സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെന്ന് പറഞ്ഞാൽ വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ. ലോകത്ത് വിജയിച്ച വാക്കാണ്. വാക്കിന് അർത്ഥം ഇതാണ്, വിജയിച്ച ആളുകൾ ആരും പാതി വഴിയിൽ ഇട്ടേച്ചു പോയില്ല, പാതി വഴിയിൽ ഇട്ടേച്ച ഒരു മനുഷ്യനും വിജയിച്ചിട്ടുമില്ല. നമ്മൾ ഏതാ കാറ്റഗറി? നമ്മോടൊന്ന് ചോദിച്ചാണ്. നമ്മൾ നാളെ ഇട്ടേച്ചു പോകുന്ന ആളാണോ? അപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണ്? അപ്ലൈൻ എന്നെ വിളിച്ചില്ല, വിളിച്ച സൗണ്ട് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഡൗൺലൈൻ വന്നില്ല. ഞാൻ BOPക്ക് വിളിക്കുമ്പോൾ GTSന് ആരും വരണില്ല. അല്ലെങ്കിൽ എൻ്റെ ക്ലോസിങ് നടക്കണില്ല, എനിക്ക് 2 ആഴ്ച വരുമാനം വന്നില്ല. അപ്പോൾ ഈ ആളാണ് നാളെ ഡയമണ്ട് ആകാൻ കാത്തിരിക്കുന്നതും ലോക കോടീശ്വരനാകാനും ലോകത്തിലെ ഡയമണ്ടുകളെ നിയന്ത്രിക്കാനും പോകുന്നത്. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ മൈ ഡിയേഴ്സ്? നമ്മൾ ആലോചിച്ച് നോക്കുക, പെർസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു പ്രധാന ഘടകം. അതൊരു ബിസിനസ്സിൻ്റെ ദ സസ്റ്റൈൻഡ് എഫേർട്ട് നെസസറി ടു ഇൻഡ്യൂസ് ഫെയ്ത്ത്. വിജയത്തിനെ ശക്തിപ്പെടുത്തുന്നത്, വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് ശരിക്കും നമ്മളുടെ പെർസിസ്റ്റൻസ് ആണ്. നമുക്ക് ശരിക്കും സീരിയസ്ലി ആലോചിച്ച് നോക്കുക, ഈ പെർസിസ്റ്റൻസ് പറയുന്ന സമയത്ത് എപ്പോഴും തിരിയേണ്ടത് സക്സസ് ഈസ് നോട്ട് ദ അബ്സൻസ് ഓഫ് ഫെയിലിയർ. വിജയം എന്ന് പറയുന്നത് തോൽവി ഇല്ലാതിരിക്കുക എന്നുള്ളതൊന്നുമല്ല, വിജയത്തിൻ്റെ കൂടെ തന്നെയാ തോൽവി. പക്ഷേ വിജയത്തിന് മറ്റൊരർത്ഥമുണ്ട്, ഇറ്റ് ഈസ് ദ പെർസിസ്റ്റൻസ് ത്രൂ ഫെയിലിയേഴ്സ്. പരാജയങ്ങൾക്കുള്ളിലൂടെയുള്ള ഒരു യാത്രയുണ്ട്, ആ യാത്രയിൽ നിന്ന് അവസാനം ലഭ്യമാകുന്ന മൂല്യമാണ് സക്സസ്. അല്ലാതെ തോൽവി ഇല്ലാതിരിക്കുക എന്നത് സക്സസ്ഫുൾ മാൻ്റെ ഒരു കഥയല്ല. ഏത് ജയിച്ചവനും ഒരുപാട് തോറ്റിട്ടുണ്ട്. മരണക്കിണറിൽ വണ്ടി ഓട്ടുന്ന ആളെ കണ്ടോ ഇയാൾ ഇങ്ങനെ തന്നെ ബൈക്കുമ്പോൾ ജന്മം കൊണ്ടതേക്കാരെന്നല്ല, അയാൾ ഒരുപാട് വീണ് എല്ലാം ഒടിഞ്ഞ് അവസാനവും ആ പറത്തിയത് അല്ലേ. സർക്കസ് കൂടാരത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു പക്ഷേ പ്ലേറ്റുകൾ 10 കയ്യിലെടുത്ത് ആകാശത്ത് കെട്ടുകയാണ്, കുപ്പിച്ചില്ലുകളും കുപ്പികളൊക്കെ മേലെ കയറിഞ്ഞ് കൈക്കിലിങ്ങനെ പിടിച്ചിങ്ങനെ റൗണ്ട് ഇത് കളിക്കുന്ന ആളുകൾ. അത് കണ്ട് നമ്മൾ പെരയിൽ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമാകും. അതോടുകൂടി വാമ്പാൻ്റെയൊക്കെ ഉമ്മാൻ്റെയൊക്കെ തലമണ്ട പൊളിയും. എന്താ കാര്യം എന്നറിയോ? ഒരുപാട് പ്ലേറ്റ് അവർ പൊട്ടിച്ചിരിക്കണം. അത്രയും പ്ലേറ്റ് പെരയിലുണ്ടെങ്കിൽ നമുക്കും പഠിക്കാം. സോ ലോകത്ത് ജയിച്ച മുഴുവൻ ആളുകളും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ കണ്ട് ഇങ്ങനെ തന്നെ ജന്മം കൊണ്ട ആൾക്കാരല്ല അവരാരും. ഒരുപാട് ഇപ്പോൾ മനോജ് സാർ പറഞ്ഞ പോലെ ഈ സ്ലൈഡ് ഉണ്ടാക്കാൻ എനിക്കും വേണ്ടി വന്നിട്ടുണ്ട് 5-8 മണിക്കൂറോളം ആവശ്യം വന്നിട്ടുണ്ട്. നല്ല തീരും ഉറങ്ങിയിട്ട് പോലുമില്ല, ഉറങ്ങാതെയാണ് ഈ ക്ലാസ് പോലുള്ളത്. സോ സീരിയസ്ലി ഒരുപാട് ഫെയിലിയർ ആയിട്ടുണ്ടാകും. സീരിയസ്ലി ആലോചിച്ച് നോക്കുക, താങ്ക്ഫുള്ളി പെർസിസ്റ്റൻസ് ഈസ് ദ ഗ്രേറ്റ് സബ്സ്റ്റൻസ് ഫോർ ടാലൻറ്റ്. മാർക്ക് ട്വെയിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റൽ ഒരു ടാലൻ്റാണ്. സീരിയസ്ലി സംസാരം ഒരു ടാലൻ്റാണ്, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടാലൻ്റാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയൊരു ടാലൻ്റാണ് ഇത് പെർസിസ്റ്റൻസ്. അയാൾക്ക് പിടിച്ച് നിൽക്കാനൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല, അതാണ് ലോകത്തെ വിജയിക്കാൻ വേണ്ട ടാലൻറ്റ്. അയാൾ ഭയങ്കര ടാലൻസ് ഉള്ള ആളാണ്, പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്, കഴിവുള്ള വ്യക്തിയാണെന്ന് പറയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കഴിവിൽ എണ്ണപ്പെട്ട ഒരു കഴിവ്, എത്ര പറഞ്ഞാലും ജയിക്കാൻ വേണ്ടി ഏതറ്റം പോകലും അവന് പിടിക്കാൻ റെഡിയാണ്. അവൻ്റെ ക്യാഷ് ഇല്ലെങ്കിലും ശരി, അനാരോഗ്യം വന്നാലും ശരി, നാട്ടിൽ കളിയാക്കിയാലും ശരി, അപ്ലൈൻ ഇട്ടെറിഞ്ഞു പോയാലും ശരി, അപ്ലൈൻ ചീത്ത പറഞ്ഞാലും ശരി, ഡൗൺലൈൻ കളിയാക്കിയാലും ശരി, അവനെ നിർത്തി പൊരിച്ചാലും ശരി, ഏത് പൊള്ളുന്ന വഴികൾ കടന്നു വന്നാലും മുള്ളു വിരിച്ച വഴി വന്നാലും ശരി, അതിൻ്റെ മൂലം കടക്കാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്ന ആ പെർസിസ്റ്റൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ റിയൽ ടാലൻറ്റ് എന്ന് പറയുന്നത്. 9ാമത്തെ കാര്യം, പവർ ഓഫ് ദി മാസ്റ്റർ മൈൻഡ്. മാസ്റ്റർ മൈൻഡിന് ഒരുപാട് അർത്ഥങ്ങളെന്ന് പറയാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മളെ മൈൻഡിൻ്റെ മാസ്റ്റർ മൈൻഡായി മാറാം.
ദ ഡ്രൈവിംഗ് ഫോഴ്സ്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ ഡ്രൈവിംഗ് ഫോഴ്സ് അതാണ്. അവിടെ കൊടുത്തിരിക്കുന്ന മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ദ മാസ്റ്റർ മൈൻഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദ കോർഡിനേഷൻ ഓഫ് ദ നോളജ് എന്നതാണ്. ഒരുപാട് വിജ്ഞാനത്തിൻ്റെ എന്താ പറയുക കോർഡിനേഷൻ. ഇപ്പോൾ നമ്മുടെ ടീമിനകത്ത് വന്നതിനേക്കാൾ പല ആൾക്കാരും പല ടീംസാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് നല്ല പ്രൊഡക്റ്റ് സെല്ലിംഗ് ഉണ്ടാകും, അവരെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റണം. ചില ആൾക്കാർ ഭയങ്കര ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഭയങ്കര ഉഷാറാണ്, എന്നാൽ അയാൾ അതിനെ ഉപയോഗിക്കുക. ചില ആളുകളെ നന്നായിട്ട് എന്താ പറയുക പ്രസൻറ്റ് ചെയ്യാൻ കഴിവുണ്ട്, അയാൾ അങ്ങനെ ഉപയോഗിക്കുക. ചില ആൾക്കാരെ നന്നായിട്ട് റാങ്ക് കൊടുത്ത് കൈയൊടിച്ചാൽ അയാൾ നല്ല ഉഷാറാവും, അയാൾക്ക് അങ്ങനെ കൊടുക്കുക. ഈ ബിസിനസ്സിൽ വന്ന എല്ലാവരും ഒരേ സ്വഭാവമുള്ള ഡയമണ്ട് ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പല ആൾക്കാർക്കും പല സ്വഭാവം ഉണ്ടാവും, പല നോളജ് ഉണ്ടാവും. ആ അദ്ദേഹത്തിൻ്റെ സ്കില്ലിനെ, നോളജിനെ, അദ്ദേഹത്തിൻ്റെ എന്തെല്ലാമൊക്കെയാണോ സ്ട്രെങ്ത്തുകൾ, അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് നമ്മളൊരു പവർഫുൾ ലീഡർ ആകുന്നത്. അയാളിലെ കഴിവിനെ, ആ കഴിവ് തിരിച്ചറിഞ്ഞ് കഴിവിനെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുക. ആ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹത്തെ വളർത്താൻ നമുക്ക് എങ്ങനെ പറ്റും? അദ്ദേഹത്തിന് കുറവുകൾ ഒരുപാടുണ്ട്, കുറവ് വെച്ച് നമുക്ക് വളർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു അർത്ഥമാണ് മാസ്റ്റർ മൈൻഡ് എന്ന വാക്കിന് ഇവിടെ പറയുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ ആവണം എന്നത് ശരിയാണ്. നമുക്ക് നമ്മൾ തന്നെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആരുണ്ടോ പറഞ്ഞാൽ കേൾക്കുക? ഇമോഷണൽ ലിറ്ററസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആരെ കൺട്രോൾ ചെയ്യുന്നതാണ് ചിന്തിക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കണം. നമുക്ക് സാമ്പത്തികമായിട്ടൊരു പ്രശ്നമുണ്ട്, ഉദാഹരണമായിട്ട് ഇറങ്ങാൻ കാശില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ, ഇങ്ങനൊരു സാധനത്തിൽ എനിക്ക് ഒരു ഡെസിഷൻ ഇല്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ആരാൾക്ക് കാശില്ലാത്ത മോട്ടിവേഷൻ കൊടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ഞാൻ ആരാൻ്റെ ഒക്കെ മെൻഡറാണ്, ബാക്കിയുള്ള എല്ലാവരും മെൻഡറാണ്. ഇങ്ങനെ എങ്ങനെയാണ് നടക്കുക? സീരിയസ്ലി നമ്മുടെ കാര്യത്തെ സേഫാക്കാൻ, നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് മറ്റൊരാൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്. സോ സീരിയസ്ലി മാസ്റ്റർ മൈൻഡ് ആകുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പ്രധാനപ്പെട്ട 1-2 പോയിന്റ് തുന്നി ചേർക്കുന്നത്, ഇഫ് യു ഫൈൻഡ് യു ആർ വീക്ക്, നിങ്ങൾക്ക് സ്വയം വീക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻ പേഴ്സിസ്റ്റൻസിൽ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് എ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്. ഒരു കൂട്ടം മാസ്റ്റർ മൈൻഡുള്ള ആൾക്കാരെ നീ സറൗണ്ട് ചെയ്യിക്കോ. ഇതാണ് നെപ്പോളിയൻ ഹില്ലിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന വാക്കിനർത്ഥം. ഒരു പക്ഷേ നമുക്ക് കഴിവുണ്ടാവില്ല. അപ്പോൾ ഉദാഹരണം നമുക്ക് ഇൻകം പ്ലാൻ അറിയില്ല, എന്നാൽ ഇൻകം പ്ലാൻ പറയാൻ പറ്റിയൊരു 10 ആൾക്ക് പ്ലാൻ കൊടുക്കുക, അവർ പറയട്ടെ, അവരെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക, സഹായിച്ചു കൊടുക്കുക. എങ്ങനെയാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ പലതരം കഴിവിനെ നമുക്ക് സമ്മേളിച്ച് വരുന്നുണ്ട് ഈ ടീമിനകത്ത്. അതിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കാനും അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താനും നമുക്ക് പറ്റുക. അല്ലാതെ നീ ഇൻകം പ്ലാൻ പഠിച്ചിട്ട് മതി അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് വാശി പിടിക്കണം. ചിലപ്പോൾ അവനക്ക് അതല്ലാത്തൊരു കഴിവുണ്ടെങ്കിലോ കഴിവ് തിരിച്ചറിഞ്ഞ് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മൾക്ക് കഴിവില്ലെങ്കിലും പേടിക്കണ്ട. ഈ ബിസിനസ്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് കഴിവില്ലെങ്കിലും മറ്റൊരുത്തൻ്റെ കഴിവിനെ സുന്ദരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് കൂടിയാണ് ഇത്. 10ാമത്തെ കാര്യം, ദ മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ. ഇതൊരു വലിയ സയൻസാണ്. ഇത് പറയാൻ എന്താ പറയുക, വിശാലമായ സമയവും അതേപോലെ തന്നെ മനസ്സിലാക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയും നന്നാവേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സബ്ജക്റ്റ് ആയതിനാൽ എന്തായാലും സെക്ഷൽ എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു സയൻസ് ലോകത്തുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ എനർജി എന്ന് പറഞ്ഞാൽ സെക്സ് എനർജിയാണ്. അതിനേക്കാൾ വലിയ എനർജി ഒന്നും ഇല്ല എന്നാണ്. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ തളർച്ചയിൽ മനസ്സിലാകും. അത്രയും വലിയ കുഴക്ക് പിന്നെ ഉണ്ടാവില്ല, അത്രയും ക്ഷീണം ഉണ്ടാവില്ല എന്നാണ്. അതാണ് എൻ്റെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുക. എന്തായാലും ശരി, ആ എനർജിയെ ഇവിടെ സയൻസ് പറയുന്നത്, ഇദ്ദേഹം പറയുന്ന വാക്ക് ഇതാണ്. സീരിയസ്ലി നമുക്ക് അങ്ങനെ ഒരു സെക്സ് എനർജി തോന്നുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് തന്നെ പറഞ്ഞാൽ, ഇറ്റ് മീൻസ് സ്വിച്ചിങ് ഓഫ് തോട്ട്സ് ഫിസിക്കൽ എക്സ്പ്രഷൻ ടു എന്താ പറയുക തോട്ട് ഓഫ് സം അതർ നേച്ചർ. സെക്സ് ഡിസയർ ഈസ് ദ മോസ്റ്റ് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് പറയുന്ന ഒരൊറ്റ സാധനം, വെൻ ഡ്രൈവൺ ബൈ ദിസ് ഡിസയർ. ഈ ഒരു ചിന്താഗതി വന്നാൽ മെൻ ഡെവലപ്സ് കീൻസ് ഓഫ് ഇമാജിനേഷൻസ്. നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ഒരു മനുഷ്യനെടുക്കുന്നതാണ്. അതായത് ഒരു സെക്സ് എനർജി വർക്കൗട്ട് ആകുന്ന സമയത്ത് അവൻ അതിൻ്റെ ഏതറ്റം വരെ പോകും. അവനെ കാണാനോ അവളെ കാണാനോ അവരെ പിറകിൽ എങ്ങനെയെങ്കിലും അവരെ സ്വായത്തമാക്കാനോ അവരുമായി സംവദിക്കാനോ അതിൻ്റെ മുന്നിൽ കോമൺ സെൻസ് നമ്മൾ നോക്കില്ല. ധൈര്യം അപാരമായിരിക്കും. ഏത് നട്ടപ്പാതിരെയും നട്ടു ചെയ്യും നമുക്ക് പ്രശ്നമാവില്ല. ഇങ്ങനെ തുടങ്ങി ആ സെക്സ് എനർജി എന്ന് പറയുന്ന സാധനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തും ത്യജിക്കാനും എന്ത് റിസ്ക് എടുക്കാനും അതിനുവേണ്ടി അവൻ ഒരുപക്ഷെ അവൻ്റെ പുരുഷായുസ് മുഴുവനും ത്യജിക്കുന്നുണ്ടാവുക, അതല്ലെങ്കിൽ എന്തും ചെയ്യുന്നുണ്ടാവുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഏറ്റവും വലിയ എനർജി സോഴ്സാണത്. അതിനെ നമ്മൾ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തിയിട്ട് അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് അതിനെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ ആ എനർജിയെ നമുക്ക് നമ്മുടെ എന്താ പറയുക മണി പവർ ക്രിയേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ്. അതാണ് ശരിക്ക് ഈ ബ്രഹ്മചര്യം അനുഭവിക്കുന്ന ആളുകളൊക്കെ അവരത് സ്പിരിച്വൽ എനർജിക്ക് വേണ്ടി അത് അവർ ഉപയോഗിച്ചു. അവർ കല്യാണം കഴിക്കാണ്ട് ആ എനർജി അവർ നേരിട്ട് അവരെ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അവർ വലിയ സാത്വികന്മാരും സൂഫി വര്യന്മാരും പർണശാലകളിലെ സന്യാസി വര്യന്മാരുമായിട്ട് ഋഷി വര്യന്മാരായിട്ട് അവർ മാറി. ഇതാണ്
സെക്സ് എനർജി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെഡിറ്റേഷൻ ഫോർമാറ്റ്. ഒരു പക്ഷേ റീഗയിലും യോഗയിലും നമുക്കൊരു പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ലീഡർമാർ പറഞ്ഞു തരുന്നുണ്ടാകും. ഈ ചിത്രയിൽ കാണുന്നു ബോഡിയിലെ ചക്രാസും അങ്ങനെ സെക്സ് എനർജി കൺവേർട്ട് ചെയ്തിട്ട് നേരിട്ട് അതെടുത്തിട്ട് ഇതിൻ്റെ മെഡിറ്റേഷൻ ഫോർമാറ്റുകളൊക്കെ നമുക്ക് യോഗയിലും റീഗയിലും നമ്മുടെ ലീഡർമാരും സാറന്മാരും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാകും. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ സെക്സ് എനർജി ട്രാൻസ്മിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ കാര്യത്തെ നമുക്ക് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, നരകം, സ്വർഗം, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ കാണുന്ന ഓരോ സിസ്റ്റങ്ങളുണ്ട്. ഏതായാലും ഇത് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ സമയത്ത് അതിക്രമിക്കും. എന്തായാലും നമുക്ക് 11ാമത്തെ പോയിന്റിലേക്ക് പോകാം. 11 പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ മൈൻഡിൽ ഏറ്റവും പവർഫുൾ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മോട് എന്ത് പറയുന്നു അതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ പറയുമ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ നോക്കിയാൽ 10% മാത്രമേ കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ വിൽ പവർ, ഷോർട്ട് ടൈം മെമ്മറി, ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെ നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ്. പക്ഷേ 90% കാര്യം കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അവിടെയാണ് ബിലീഫ്സ് കിടക്കുന്നത്, അവിടെയാണ് ഇമോഷൻസ് കിടക്കുന്നത്, അവിടെയാണ് നമ്മുടെ ഹാബിറ്റുകൾ, വാല്യൂസ്, പ്രൊട്ടക്റ്റീവ് എന്താ പറയുക റിയാക്ഷൻസ്, ലോങ് ടൈം മെമ്മറി കിടക്കുന്നത്, ഇമാജിനേഷൻ, ഇൻഡ്യൂഷൻ എല്ലാം കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഇതൊരു ഐസ്ബർഗ് പോലെയാണ് ശരിക്കും. ആക്ച്വലി നമുക്ക് മേലെ കാണുന്ന സാധനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. പക്ഷേ അടിയിലേക്കാണ് ഏറ്റവും വലിയ ഐസിൻ്റെ മല കിടക്കുന്നതെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകൾ രൂപാന്തരപ്പെടുന്നത് മുഴുവൻ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്, കോൺഷ്യസ് മൈൻഡിൽ നിന്നല്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് പവർഫുൾ ആവുന്നത്? നല്ല റീഡിംഗ് ആണ്, റിപ്പീറ്റഡ് ആയിരിക്കുന്ന റീഡിംഗ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കറക്റ്റായിരിക്കുന്ന മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ഓട്ടോ സജഷൻ കൊടുക്കുന്നത് നമ്മളെ ബോഡിയോട് നമ്മൾ എന്താ പറയുന്നത്? അപ്ലൈൻ്റെ ക്ലാസ് കേൾക്കുമ്പോഴും ഇത്യാദി മോട്ടിവേഷൻ കേൾക്കുമ്പോഴും നമ്മൾ പറയും യെസ് ഐ ക്യാൻ, ഐ എന്നൊക്കെ പറയും. പക്ഷേ പിന്നെ നമ്മൾ പറയില്ല. ആ ഒറ്റ ഒന്ന് പറഞ്ഞുകൊണ്ട് ബോഡി പറയും ഇഞ്ച് കുറേ ഐ ക്യാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഐ ക്യാൻ പറഞ്ഞ് നീ കൊഴുങ്ങി അല്ലെങ്കിൽ നീ കുഴങ്ങി, ഇങ്ങനെ പറയുന്നുണ്ടാകും. സീരിയസ്ലി ആലോചിച്ച് നോക്കേണ്ടത് അത് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും. റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് ഞാൻ അതെന്നെ എന്ന് തോന്നുന്നുണ്ടാകും. നമ്മളൊരു കുട്ടിയെ നീ കുരുത്തം കെട്ടവനെന്ന് 10,000 വട്ടം വിളിച്ചാൽ ആ കുട്ടി കുരുത്തം കെട്ട് പോകുന്നുണ്ടാകും. നേരെ മറിച്ച് യു ആർ ഗുഡ്, വണ്ടർഫുൾ എന്ന് പലവട്ടം കുട്ടികളോട് രക്ഷിതാക്കൾ പറഞ്ഞാൽ ആ കുട്ടി അടിപൊളിയാകുന്നുണ്ടാകും. സോ നമ്മൾ പറയുന്ന വാക്ക് സംഭവിക്കുന്നതാണ്. യു ആർ വാട്ട് യു സേ എന്ന് പറയാറുണ്ട്. ആ പറയുന്ന വേർഡ്സുകൾ അത് തികച്ചും എന്താ പറയുക ഒരു വലിയ എനർജി ഫോം ചെയ്തുകൊണ്ട് അതിന് പറ്റുന്നൊരു മാഹൗൽ, ഒരു ക്രിയേഷൻ, അതല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അത് ഉണ്ടാക്കുമെന്നതാണ് സയൻസ് പറയുന്നത്. സോ സീരിയസ്ലി സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ് എല്ലാ കാര്യം കിടക്കുന്നത്. അത് വലിയ ശക്തിയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് അപാര പൊട്ടനുമാണ്. അത് ഭയങ്കര രസമാണ്. നമുക്ക് അതിൻ്റെ എക്സസൈസൊക്കെ ലീഡർമാർ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. സീരിയസ്ലി നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് നാവിലേക്ക് ഇറ്റിക്കുന്ന ഒരു വലിയ എക്സസൈസ് നമ്മളൊക്കെ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, സബ് കോൺഷ്യസ് മൈൻഡോടെ നിങ്ങൾ ഐ ആം ദ കിങ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും എതിർക്കൂല. ആയിക്കോട്ടെ കിങ് വേൾഡിൻ്റെ കിങ് ആയിക്കോ, ഒരു കുഴപ്പമില്ല. എന്താ ഇപ്പോൾ നമ്മൾ വേണ്ടത്? നേരെ മറിച്ച് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കുകയാണ്, പറയണം നിങ്ങൾ ഐ ആം ദ ഡയമണ്ട്, ഞാൻ അഞ്ഞ അടുത്ത ഡയമണ്ട് ആകുമ്പോഴെന്ന് ചോദിച്ചാൽ ആദ്യം കോൺഷ്യസ് മൈൻഡ് ചോദിക്കും അല്ല നീ ഡയമണ്ട് ആവുമേ, എന്നാൽ പിന്നെ നീ തന്നെ മതിയല്ലോ, നിനക്ക് എന്ത് ക്വാളിറ്റിയാണോ ഡയമണ്ട് ആകുക, ഇങ്ങനെ കുറേ ചോദ്യങ്ങളാണ്. നേരെ മറിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് പറയും നീ ഡയമണ്ടോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഗ്രൗണ്ട് അംബാസഡറോ എന്തും ആയിക്കോ, ഞമ്മക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അതായത് മൂപ്പര് എന്തിനും സപ്പോർട്ടീവാണ്. സോ സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റായി നിൽക്കുന്നത് നമ്മൾ കാലങ്ങളായി കേട്ട വരികളിൽ നിന്നാണ്. സോ നമ്മളെപ്പോഴും പോസിറ്റീവായ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാം. ഈ ബിസിനസ് നമ്മൾ വിജയിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് പറയുന്ന ലീഡർമാരെ കുറ്റം പറയുകയോ ബിസിനസ്സിനെ കുറ്റം പറയുകയോ അതല്ലെങ്കിൽ പാത്തും പതുങ്ങിയിട്ട് നട്ടപ്പാതിരാക്കുള്ള മോട്ടിവേഷനുകൾ, അതായത് മീൻസ് നമ്മളുടെ യഥാർത്ഥ ജനറൽ മോട്ടിവേഷൻ അല്ലാതെ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് വേറൊരു ബിസിനസ് ഇതിൻ്റെ അടുക്കൂടി ചെയ്യാം. അപ്പോൾ മെയിൻലി നമ്മളൊക്കെ ആലോചിച്ച് നോക്കേണ്ടത് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തോൽക്കുന്നത് തൻ്റെ എനർജിയെ ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിക്കൽ മൈ ലൈഫാണ്. സ്റ്റേജിലും കോട്ടിലും സൂട്ടിലൊക്കെ മൈ ലൈഫാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു മണി ചെയിനാണ്. അത് പുറത്ത് പറയില്ല. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ നല്ല കണക്ഷനും അതിന് വേണ്ടി നല്ലൊരു ടീമൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അത് ടീമിനകത്ത് അവർ ഫോം ചെയ്യൽ. ശരിക്കും ഈ മണി ചെയിൻ്റെ ആൾക്കാരുടെ മെയിൻ കളി എന്ന് വെച്ചാൽ ടീമിനകത്ത് അവർ കുടുംബത്തിൽ ഈ മണി ചെയിൻ്റെ പ്ലാൻ കൊടുക്കില്ല. കാരണം അവർക്കറിയാം നാളെ തല്ല് കിട്ടുമെന്ന്. പക്ഷെ അവർ കൊടുക്കൽ എവിടെ നിന്നാണ്? തൻ്റെ അപ്ലൈൻ്റെ ലീഡർമാരേക്ക് നിന്ന് തൻ്റെ ഡൗൺലൈൻ്റെ ടീമിൽ നിന്നൊക്കെ സ്വകാര്യ ബന്ധം ഉണ്ടാക്കും. അവിടെ കൊടുത്താൽ എന്താ അറിയോ, തല്ല് തിരഞ്ഞു വരില്ല. കാര്യം അന്യ നാട്ടിലല്ലേ ആദ്യം തന്നെ. സോ ആദ്യം തന്നെ നമ്മൾ പുറം കാത്തിട്ടാണ് മണി ചെയിൻ പ്ലാൻ കൊടുക്കൽ. നിങ്ങൾ അന്തസ്സോടുകൂടി മണി ചെയിൻ്റെ ആര് പ്ലാൻ വന്ന് കണ്ട് നിങ്ങൾക്ക് വിളിച്ചാലും ക്വിക്ക് റിച്ച് സ്കീമുകൾ ആര് വിളിച്ചാലും ഉടനടി പറയണം നീ ആദ്യം നിൻ്റെ നാട്ടിൽ ഔദ്യോഗികമായിട്ട് പ്ലാൻ കൊടുത്ത് സ്റ്റാറ്റസ് വെക്കുക, അന്തസ്സായിട്ട് ഇങ്ങോട്ട് വാ, അങ്ങോട്ട് നമുക്ക് സംസാരിക്കാൻ പിന്നെ ഇരിക്കാമെന്ന് പറയാം. ഇത് പറയാനുള്ള ചങ്കുറ്റം നമുക്ക് ആർക്കില്ല. കാരണം നമുക്കും ഇതന്നെയാണ് പണി, സ്വകാര്യമായിട്ട് കാശുണ്ടാക്കുന്നതാണ്. നമ്മൾ സീരിയസ്ലി ആലോചിച്ച് നോക്കും ഐഡിയസ്. സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായ ആളുകളുമായിട്ട് സംസാരിക്കുക,
പോസിറ്റീവ് സംസാരിക്കുക. പോസിറ്റീവായ ലീഡറുമായിട്ടാണ് നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്. ചിന്തിക്ക്. യാത്രകൾ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവിൻ്റെ പറയുന്ന ആൾക്കാരെ പെരിയിലൊന്ന് കയറി രണ്ട് കട്ടൻ ചായയും കുടിച്ച് 4 തെറിയും പറഞ്ഞ് എൻ്റെ ഉൽപ്പന്നം അങ്ങനെ, എൻ്റെ ഉൽപ്പന്നം ഇങ്ങനെ, എൻ്റെ ലീഡർ ഇങ്ങനെ, എൻ്റെ ലീഡർ ഇങ്ങനെ. പിന്നെ ഈ എനർജി വരുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും നമുക്ക് പോസിറ്റീവായിരിക്കുന്ന ഒരു വൈബ് പ്രൊഡ്യൂസ് ചെയ്യില്ല. എന്നിട്ട് നമ്മൾ ജയിക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. തൃശ്ശൂർക്കുള്ള ബസ് കയറിയിട്ട് കാലിക്കറ്റ് എത്താൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പോസിറ്റീവ് തന്നെ ആവണം സബ് കോൺഷ്യസ് മൈൻഡ് വർക്കൗട്ട് ചെയ്യാൻ. ദ ബ്രെയിൻ, ദാറ്റ് ഈസ് 12ാമത്തത്, ലാസ്റ്റ് സ്ലൈഡാണ്. സോ ദ ബ്രെയിൻ എന്ന് പറയുന്നത് എ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് സ്റ്റേഷൻ ഫോർ തോട്ട്സ്. ചിന്തകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ബ്രെയിന്. അതിന് തൊട്ട് മുന്നേ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏതുപോലെയെന്ന് വെച്ചാൽ നമുക്ക് ബ്രെയിനിനെ ടവറായിട്ടും വെക്കാം, അതേപോലെ തന്നെ അങ്ങോട്ട് പോകുന്ന റേഞ്ചായിട്ടും വെക്കാം. ഏത് സബ് കോൺഷ്യസ് മൈൻഡിനെ വേവിനെ വേണമെങ്കിൽ റേഞ്ചായിട്ടും വെക്കാം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്റ്റേഷനിനകത്ത് ഹിന്ദി പാട്ട് കയറ്റിയാൽ ആ സ്റ്റേഷൻ തുറക്കുന്ന സമയത്ത് അങ്ങേപ്പുറത്ത് മലയാള പാട്ട് കേൾക്കുമോ? ഇല്ല. അവിടെ ഹിന്ദി പാട്ടിനെ കേൾക്കുള്ളൂ, കാരണം ഇവിടെ കയറ്റിയതല്ലേ അവിടെ കേൾക്കുള്ളൂ. ഇതേപോലെ നമ്മളെ ബ്രെയിനകത്ത് നമ്മൾ പറഞ്ഞ വരികൾ എന്താണെന്ന് പ്രധാനമാണ്. യെസ് ഐ ക്യാൻ വിൻ എന്നാണ് നമ്മൾ പറഞ്ഞത്, എന്നാൽ യു ക്യാൻ വിൻ, അതാണ് അതിൻ്റെ റിസൾട്ട് വരിക. ഇത് ജിജോ സിസ്റ്റമാണ്. ബ്രെയിനിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഗുഡ് ഇൻ ഗുഡ് ഔട്ട്, അല്ലെങ്കിൽ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അതാണ് ജിജോ സിസ്റ്റം ഈസ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ യഥാർത്ഥ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ് ജിജോ സിസ്റ്റമാണ്. സോ നമ്മുടെ ബ്രെയിനകത്തേക്ക് നമ്മൾ വായനയിൽ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ, നമ്മൾ ഡെയിലി ഇപ്പോൾ മോട്ടിവേഷൻ വീഡിയോ ഓഡിയോ കാണണമെന്ന് പറഞ്ഞു, നമ്മൾ കാണുന്നത് ഫുള്ള് ഫൈറ്റാണ്. അതായത് നമ്മുടെ സംഗതി മൊബൈൽ എടുത്തത് എന്തിനാണ്? മുബീൻ സാറെ വീഡിയോ കാണാനോ പറ്റിയാണ്. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളുടെ ഇറങ്ങാൻ പോണ ടുർബോ അല്ലെങ്കിൽ ടർബോ, ഇതിലെ മമ്മൂട്ടിൻ്റെ പടം എന്തോ ഒരു സിനിമ, അപ്പോൾ ഇതിൻ്റെ ഒരു സീനറിയാണ് കണ്ടത്, അതിൻ്റെ സൈഡ്. പിന്നെ അത് കണ്ടു, അതിൻ്റെ അങ്ങേപ്പുറത്ത് പിന്നെ പണ്ടത്തെ സിനിമേൻ്റെ ബാക്കി കണ്ടു. അതങ്ങനെ കണ്ട് 2 മണിക്കൂർ നിന്ന് മൊബൈൽ ഇരുന്നപ്പോഴാണ് ഞാൻ തുറന്നത് മറ്റീനായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുക, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത്, കേൾക്കുന്നത്, നമ്മൾ അറിയുന്നത്, ഇതൊക്കെയാണ് ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്ന ഡാറ്റ. ഈ ഡാറ്റയിൽ നിന്നൊരു സാധനത്തെ ഫോം ചെയ്തിട്ട് പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു സാധനം പോകുന്നുണ്ട്. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കിട്ടുന്ന സാധനം വെച്ചാൽ നമ്മുടെ ലൈഫ് വരുന്നത്. സോ ബ്രെയിനിലേക്ക് എന്ത് കൊടുത്താൽ മതി? ഏറ്റവും പോസിറ്റീവ് ആയത് കൊടുത്താൽ മതി. ഒരാളുടെ നന്മ കൊടുത്താൽ മതി, തിന്മ കൊടുക്കാൻ നിൽക്കണ്ട. സോ ബ്രെയിനിനകത്തേക്ക് നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്താലും അതേ വരുള്ളൂ. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, മത്തം കുത്തിയാൽ കുമ്പളം മുളക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. മത്തം കുത്തിയാൽ മത്തനെ മുളക്കോ, കുമ്പളം കുത്തിയാലേ കുമ്പളം മുളക്കുള്ളൂ. എന്താ കാര്യം ഇതിനർത്ഥം? ഈ ബ്രെയിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പ്രധാനമാണ്. ഞാൻ നാളെ ജയിക്കാൻ പോകുന്നു, എൻ്റെ ടീം നാളെ വലുതാകാൻ പോകുന്നു, എനിക്ക് നാളെയും അമേരിക്കയിൽ ഒരു പക്ഷേ ഒരു ടീം വരുന്നുണ്ട്, നാളെ അമേരിക്കയിലല്ല GCC കൺട്രീസിലെ ഒരു ഡയമണ്ടായി ഞാൻ പോകുന്നുണ്ട്, നാളെ എനിക്ക് STC ആവേണ്ടതുണ്ട്, നാളെ ഞാൻ സ്റ്റേജിൽ കയറും, നാളെ ഞാനും അച്ചീവ് ചെയ്യും, ഇതുപോലൊരു കാറ് വിന്നിങ് കഥ ഞാൻ നാളെ പറയും, എൻ്റെ ടൈം ഇതാ വരുന്നു. ഇങ്ങനെ നമ്മളൊരു മെസ്സേജ് ബ്രെയിനിന് കൊടുത്താൽ അതിന് പറ്റുന്ന സിഗ്നലാണ് സബ് കോൺഷ്യസ് മൈൻഡ് കൊടുക്കുക. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് പറ്റുന്ന കഴിവാണ് നമുക്ക് തരിക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സീരിയസ്ലി 13ാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ ആ ബ്രെയിനിൻ്റെ വിഷയം പറയുന്ന സമയത്ത് ഈ ലോകത്ത് അറിയപ്പെട്ടൊരു സത്യമാണ്, ലൈഫ് ഈസ് 10% വാട്ട് ഹാപ്പൻസ് ടു മീ ആൻഡ് 90% ഹൗ ഐ റിയാക്ട് ടു ഇറ്റ് എന്നാണ്. ലോകത്ത് എപ്പോഴും തിരിച്ചറിയേണ്ട വലിയൊരു സയൻസാണ്. 10% മാത്രമാണ് എനിക്കെന്ത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ബാക്കി 90% എനിക്ക് സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, 10% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ടീച്ചറായി, ട്രെയിനറായി എന്നതിൻ്റെ അർത്ഥം 10% മാത്രമേ ഉള്ളൂ എനിക്കതിൻ്റെ സൗകര്യം കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, കുറഞ്ഞ ശതമാനം ഉണ്ടാവുള്ളൂ. ബാക്കി 90% എനിക്കതാവണം എന്നുള്ള വാശിയോ താല്പര്യമോ പ്രയത്നമോ ആയിരിക്കും. ഇങ്ങനെയാ ഇതിലെ ഓരോ STCകളും, ഇങ്ങനെയാ ഇതിനകത്തുള്ള ഓരോ ITCകളും, ഇതിനകത്തുള്ള കാറ് വാങ്ങിച്ചവനൊക്കെ അവനക്ക് 10% അതിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 90% തൻ്റെ സാഹചര്യത്തെ അതിനെ വേണ്ടി കൺവെർട്ട് ചെയ്തതാണ്. സോ സീരിയസ്ലി നമുക്ക് നെഗറ്റീവുകൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നെഗറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കുക, നെഗറ്റീവ് എന്ന് പറയുന്നത് 100% ചിന്തിച്ചാൽ അതൊരു ഗാർബേജ് ആണ്, അതല്ലെങ്കിൽ അതൊരു എന്താ പറയുക, അതിന് പറയുക, ഇപ്പോൾ ഗാർബേജ് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വേസ്റ്റാണ്. സോ അത് ആ ഒരു വേസ്റ്റായിരിക്കുന്ന സാധനം നമ്മളെ ഒരാൾ തെറി കുറ്റം പറയുമ്പോൾ അത് ഞാൻ സ്വീകരിച്ചാൽ അതിന് ഞാൻ മറുപടി പറയും. സ്വീകരിച്ചില്ലെങ്കിലോ എനിക്കത് വേണ്ട, കാരണം ഞാൻ ഡസ്റ്റ്ബിന്നല്ല, ഞാൻ ചവറ്റുകൊട്ടയല്ല, നിൻ്റെ ചവറ് എൻ്റെ കൊട്ടയിൽ ഇടാൻ ഞാൻ അനുവദിക്കൂല. അതെങ്ങനെയാണ് മൈൻഡ് കൊണ്ട് പറയൽ? ഞാനത് സ്വീകരിക്കുന്നില്ല. നിൻ്റെ തെറിവാചകം ഞാൻ സ്വീകരിക്കാതിരുന്നാൽ പോരെ? ഞാൻ പ്രകോപിതനാകുമ്പോഴല്ലേ ഞാൻ സ്വീകരിക്കുന്നത്. ഞാൻ സ്വീകരിക്കാതെ ഒഴിവാക്കിയാലോ നമ്മൾ ഫ്രീ ആയില്ലേ? അതാ പറയുന്നത്, എപ്പോഴും നമ്മളത് സ്വീകരിക്കും. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും, റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതി. റിയാക്ഷനാണ് ഡേഞ്ചർ. സോ റെസ്പോണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് സീരിയസ്ലി. സോ നമുക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു കഥ കൂടി ഞാൻ ഓർക്കണം. അതായത് പറഞ്ഞു വന്നപ്പോൾ ഓർമ്മ വന്നതാണ്. അദ്ദേഹത്തിന് ബ്രാഡ് ഹോഡ്ജ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ ബോളറാണ്. അദ്ദേഹം സച്ചിൻ്റെ വിക്കറ്റ് എടുത്തു. ആ വിക്കറ്റ് എടുത്തത് അദ്ദേഹം മാസ്റ്റർ ബ്ലാസ്റ്റർ ആകുമ്പോഴാണ്. അതും ഈ വ്യക്തി ബോളിങ്ങിന് വേണ്ടി കടന്നു വന്ന സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ടായിരിക്കുന്ന മത്സരമായിരുന്നു, അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തിലെ മത്സരം.
മനസ്സിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ആ വിക്കറ്റ് എടുത്തതിൽ വലിയ ആഘോഷം. കാരണം വെച്ചാൽ ഇഫ് ദർ ഈസ് ദ ക്രിക്കറ്റ് ഈസ് ദ റിലീജിയൻ, സച്ചിൻ ഈസ് ദ ഗോഡ്. ദൈവം സച്ചിനാണ്, മതം ക്രിക്കറ്റ് ആണെങ്കിൽ, അതായത് ക്രിക്കറ്റ് എന്നതൊരു മതമാണെങ്കിൽ അതിന് സച്ചിൻ ദൈവം എന്ന് ലോകം വിശ്വസിക്കുന്ന സമയത്താണ് മാസ്റ്റർ ബ്ലാസ്റ്ററിൻ്റെ വിക്കറ്റ് തെറിപ്പിച്ചു വിട്ടത് ഈ ബോളർ. ഈ സന്തോഷം കൊണ്ട് കളി കഴിഞ്ഞിട്ട് ബോളർ വന്നിട്ട് സച്ചിൻ്റെ കൈക്കൽ കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? സാർ, ഇതിൻ്റെ ഏറ്റവും വലിയ അമൂല്യമായ ഡേ ആണ്. ദിസ് മസ്റ്റ് മൈ മോസ്റ്റ് ഗോൾഡൻ ഡേ ഓഫ് മൈ ലൈഫ്. എൻ്റെ എൻ്റയർ ലൈഫിൻ്റെ കരിയറിൻ്റെ മോസ്റ്റ് പവർഫുൾ ഡേ ആണ് ഇത്, നിങ്ങളുടെ വിക്കറ്റ് കിട്ടിയ ദിവസം. എന്നിട്ട് ആ ബോളും ഒരു ഓട്ടോഗ്രാഫ് തരാൻ പറഞ്ഞു. അവിടെ സച്ചിൻ എഴുതി കൊടുത്ത് ദിസ് നോട്ട് റിപ്പീറ്റ് അഗെയിൻ, ഒരിക്കലും ഇനി ജീവിതത്തിൽ എനിക്കിത് കിട്ടാതിരിക്കട്ടെ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട സബ്ജക്റ്റ്. അത് പറയാൻ സച്ചിൻക്ക് തോന്നിയ ചങ്കൂറ്റം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി എനിക്ക് ജന്മത്തിലിടാ ഈ സാധനം കിട്ടൂല, അതെൻ്റെ അവസാനത്തെ ആദ്യത്തോ ആണ് എന്ന് സച്ചിൻ പറയുക മാത്രമല്ല ചെയ്തത്. പിന്നീട് നടന്ന 100 കണക്കിന് മത്സരങ്ങളിൽ 1000കണക്കിന് ബോൾ സച്ചിൻ ഈ ബോളർ ചെയ്തു. പക്ഷേ പിന്നീട് അത് സംഭവിച്ചില്ല. എന്ത് ചെയ്തു? ആ മാസ്റ്റർ ബ്ലാസ്റ്റർ പിന്നെ പഠിക്കാൻ തയ്യാറായി. പുതിയ കളി തുടങ്ങി. അവൻ്റെ ബോൾ എങ്ങനെയെന്ന് രാവും പകലും ഇരുന്നിട്ട്. നമ്മളൊക്കെ എന്താണെന്നറിയോ? STC ആയി, സാർ ഇനിയൊന്നും പഠിക്കാനില്ല. RTC ആയി, ഇനിയൊന്നും പഠിക്കാനില്ല. സീരിയസ്ലി സച്ചിൻ്റെ ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ പറയുകയാണുണ്ട്. ഇനി അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമ്മളെന്താണ് സാറേ ഞാൻ അതാണ് കൺട്രോളിൽ നിന്ന് പറഞ്ഞു, പിന്നെ പോയി കിടന്നുറങ്ങും. ഇതാ പ്രശ്നം. സോ ബ്രെയിൻ പവർ ഇംപ്രൂവ്സ് ബൈ ബ്രെയിൻ യൂസ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ബ്രെയിനിനെ നമ്മൾ യൂസ് ചെയ്താലേ ബ്രെയിനിൻ്റെ പവർ സെറ്റാവുള്ളൂ. ഏതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്താലേ നമ്മളെ മസിൽ സെറ്റാവുള്ളൂ. സോ ബ്രെയിന് സെറ്റാവാൻ ബ്രെയിൻ തന്നെ യൂസ് ചെയ്യണം, അല്ലാതെ അതിന് വേണ്ടിയിട്ട് വേറെ പാല് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ബ്രെയിൻ യൂസ് ചെയ്യുക, നന്നായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ, മെഡിറ്റേഷൻ കൂട്ടുമ്പോൾ, കൃത്യമായിട്ട് വിശ്ലേഷണം കൂടുമ്പോൾ, നല്ല ക്ലാസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മസിൽ കൂടുന്നുണ്ടാവും. ദ സിക്സ്ത് സെൻസ്, 6ാം ഇന്ദ്രിയം. സീരിയസ്ലി നമുക്കറിയേണ്ടുന്ന ഒരു പ്രധാന ഘടകമാണ് 6ാം ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ ദ ഡോർ ടു ദി ടെമ്പിൾ ഓഫ് ദി വിസ്റ്റം. വിസ്റ്റത്തിലേക്കുള്ള ഏക വഴിയാണ് ശരിക്കും നമ്മളുടെ 6ാം ഇന്ദ്രിയം. 6ാം ഇന്ദ്രിയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് എന്ന് പറയുമ്പോൾ വാക്കെടുത്തിട്ട് പറഞ്ഞാൽ 6ാം ഇന്ദ്രിയം എന്നുള്ളത് നമുക്ക് 5ാം ഇന്ദ്രിയം കഴിഞ്ഞ് 6ാം ഇന്ദ്രിയം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ 5 ഇന്ദ്രിയം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ ഡൗട്ടാണ്. നമ്മൾ കാണേണ്ടത് കാണേണ്ട വസ്തുവിനെ കാണേണ്ട പോലെ നമ്മൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ കാണേണ്ട പോലെയല്ല, അല്ലെങ്കിൽ കാണേണ്ട വസ്തുവിനെയല്ല. ഇത് രണ്ടും കറക്റ്റാണ്. ഇതേപോലെ കേൾക്കേണ്ട വസ്തുവിനെ കേൾക്കേണ്ട പോലെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, കേൾക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ കേൾക്കേണ്ട വിധം അല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. സോ സീരിയസ്ലി 5 സെൻസ് ഉപയോഗിച്ചാൽ തന്നെ ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന 6ാമത്തെ ഒരു പവറാണത്തെ 6th സെൻസ്. ഇദ്ദേഹത്തിൻ്റെ പദങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. 6ാം ഇന്ദ്രിയത്തിന് വിവക്ഷകൾ ഒരുപാടുണ്ടായിരിക്കാം, പക്ഷേ ഈ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള വിവക്ഷ മാത്രമാണ്. The 6th sense is at the core of our experience. It is what makes experience out of events. നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ സീരിയസ്ലി ആലോചിച്ച് നോക്കുകയാണ്, ഇത്രയും പ്രോഗ്രാമും സാധനമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ 6ാം ഇന്ദ്രിയ വർക്കിംഗ് തുടങ്ങിയില്ലേ എന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഈ പ്രോഗ്രാമുകളും ഇവോൾവ് കണ്ടു, ബെറി ബ്ലാസ്റ്റ് കണ്ടു, പക്ഷേ നമ്മളെ ഉള്ളിലൊരു ബ്ലാസ്റ്റിംഗ് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി എന്ത് കാണാനപ്പാണ്ട് പോയത്? ബെറി ബ്ലാസ്റ്റ് കണ്ടത് നമുക്ക് ബ്ലാസ്റ്റ് വരുന്നില്ലെങ്കിൽ നമ്മൾ പോയത് അവിടുത്തെ സീറ്റ് എണ്ണാനാണ്, അവിടുത്തെ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഉണ്ടോ നോക്കാനാണ്, വല്ല സാധനം കയറുന്ന സമയത്ത് കൈക്കിൽ വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കാനാണ്, അതല്ല AC റൂമിൻ്റെ പവർ നോക്കാനാണ്, അല്ലെങ്കിൽ അവിടുത്തെ പാട്ട് അടിപൊളിയാണോ, അവിടുത്തെ സംസാരത്തിൽ ലീഡർമാർ കുറച്ച് നീട്ടി പരത്തി പറഞ്ഞത് കുറഞ്ഞോ, ഇത് പറയാൻ നമ്മൾ അളക്കാൻ തുലാസായിട്ടാണ് പോയത്. നമ്മളെ ഹൃദയത്തിനകത്ത് ബ്ലാസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാൻ പോയത് എന്തിനെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മൾ എന്തിനാണ് ക്രൗൺ പ്ലാസയിൽ പോകുന്നത്, നമ്മൾ എന്തിനാണ് പ്രോഗ്രാമിന് പോകുന്നത്, ഞാൻ എന്തിനാണ് GTSന് പോകുന്നത്, നാളെ അതുപോലത്തെ ഒരു കഥ ഞാൻ പറയുന്നുള്ള വിശ്വാസം ഉണ്ടാക്കാനാണ്, അല്ലാതെ GTSന് വന്നിട്ട് അവിടെ പോയി കുറേ നിൽക്കേണ്ടി വന്ന്. ഇതാ പഴയ പ്ലാൻ തന്നെയല്ലേ, സ്ലൈഡ് അത് തന്നെയാണ് പറയണത്. പിന്നെ ഇസ്മായിൽ സാറും ജുനൈദും വരെയൊക്കെ തന്നെയാണ്. വേറെ പാര ഇപ്പോൾ പ്ലാനൊക്കെ പറയുള്ളത്, അവൻ്റെ ശൈലി എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ആളെ തുലാസിട്ട് അളക്കാനാണ് പോകുന്നത് അല്ല. നമ്മൾ പോകുന്നത് നാളെ അങ്ങനെ പറയാൻ, നാളെ നമ്മുടെ ഇങ്ങനത്തെ ഒരു പറയുന്ന പല ലീഡർമാർ പല ലോകത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പോകും. ഇങ്ങനെയൊക്കെയുള്ള എത്ര ഫീലിംഗ് ഉണ്ട്. സോ യുവർ 6th സെൻസ് ഷുഡ് ബി യുവർ ഫസ്റ്റ് സെൻസ്. നിൻ്റെ 6ാം ഇന്ദ്രിയമാണ് നിൻ്റെ ആദ്യത്തെ ഇന്ദ്രിയം. അതായത് 5 ഇന്ദ്രിയം വർക്ക് ചെയ്തിട്ട് കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് കേൾക്കുകയും അറിയേണ്ടത് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന ആ ശക്തിയാണ് 6th സെൻസ്. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നു. പറയുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്, നെപ്പോളിയൻ ഹില്ലിൻ്റെ പദം തന്നെ എടുത്ത് ആ ചിത്രം പറയുന്ന പോലെ തിങ്ക്. ഇനി നിങ്ങൾ ചിന്തിക്കും, നന്നായിട്ട് ചിന്തിക്കുക, ആൻഡ് ഗ്രോ റിച്ച്. കോടീശ്വരനായിട്ട് നിങ്ങൾ മാറ്. എല്ലാ നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വിജയങ്ങളുണ്ടാവട്ടെ. വരും നാളുകളിൽ സുവർണ ശോഭകളിൽ തിളങ്ങുന്ന, ഏറ്റവും നല്ല വജ്രശിലകളിൽ തിളങ്ങുന്ന, തിളക്കമുള്ള വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ. നാളെയുടെ കോടിപതികളായി നിങ്ങൾ മാറട്ടെ. നിങ്ങളെ കുടുംബം ഏറ്റവും ഉറ്റുനോക്കുന്ന, കുടുംബത്തിൻ്റെ ഹിസ്റ്ററി മേക്കറാകുന്ന റിയൽ മില്ലേനിയർ ദാറ്റ് യു ആർ. ആൻഡ് ബെസ്റ്റ് വിഷസ് വൺസ് അഗൈൻ. ഗോഡ് ആമൻ ഓൾ ഓഫ് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.